أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدرك. أرحم الراحمين يا الله. പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ മിസ്ല് സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ഈ സ്ഥാപനത്തെ ഉത്ഭവം മുതൽ നിലനിർത്തി പോരുന്നതിൽ മരണപ്പെട്ടവർക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാന്യരായ റഹ്മത്തുള്ള സഖാഫി ഉസ്താദ് നമുക്ക് നല്ല ഒരു ഹജ്ജ് പഠനം നടത്തി തന്നിട്ടുണ്ട്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഒരാഴ്ച കാലം മക്കത്തുൽ മുകറമയുടെ മിനാ തായിബയുടെ അറഫ മൈതാനിയുടെ മുസ്ദലിഫയിലൂടെ ദുൽഹിജ്ജ മാസം 7, 8, 9, 10, 11, 12, 13 തീയതികളിലായി ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചു. അല്ലാഹു തആല ഇനി ഒരു തടസ്സമില്ലാതെ നമ്മളവിടെ എത്തിക്കുമാറാവണം. ഈ വർഷം നിയ്യത്ത് ചെയ്തവർക്ക് ഈ വർഷം തന്നെ പോകാനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് വെള്ളം ഇങ്ങനെ ഇടക്കിടക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇൻഷാ അല്ലാഹ് ചായയും വെള്ളവും ഇങ്ങനെ കിട്ടിക്കണം. അത് പിന്നെ നമ്മളെ ദാറുൽ നമ്മളെ ബാക്കവിസ്താദ് ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കണേൽ ഒരു വീഴ്ച വരുത്തുക. ഈ സ്ഥാപനത്തിൽ തന്നെ അങ്ങനെ. അപ്പൊ അല്ലാഹു തആല അങ്ങനെ റിസ്ക് റാഹത്തായി കൊടുത്ത ഒരു ബർക്കത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ എന്നാ നമുക്ക് പോകല്ലേ അല്ലേ? ഇതിലിപ്പോ ഈ കൊല്ലം പോണോലൊന്നും കണ്ടുങ്ങാട് മക്കത്തുനിന്ന് കണ്ടാൽ അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പോകാത്തവര് ആരെങ്കിലും ഉണ്ടോ നോക്കാനല്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവും ചിലപ്പേ. അപ്പൊ ഇത് മുഴുവൻ പോണോലെന്നാണ് നമുക്ക് പോണോലെ യാത്രയാക്കാൻ വന്നതല്ല. നമ്മളവിടെ ഈ SSLC പരീക്ഷ കഴിഞ്ഞാൽ 2 സ്കൂളിലും കൂടി 100%. ഒരു സ്കൂളിൽ 98, മറ്റൊടുത്ത് 2. അങ്ങനെയാണ് 100% എന്ന മാതിരി എന്ന മാതിരി ചിലപ്പോൾ നമ്മൾ ഹജ്ജ് ക്ലാസ്സിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഹജ്ജിന് പോണോര് 2%, യാത്രയാക്കാൻ വന്നവര് 90% ഉണ്ടാവും. അപ്പൊ അതൊന്നും നോക്കിയതാണ് നമ്മൾ മക്കത്ത് കാണുമ്പോൾ. ഇനി ഞങ്ങളോട് കാണാതെ പറഞ്ഞുതരാം. അവിടെ ഇങ്ങനെ കാണുമ്പോ എന്താ അറിയോ, മക്കത്ത് ഇങ്ങനെ കാണുമ്പോഴേ ഇവിടെ ഇപ്പൊ തരി കെട്ടിങ്ങാണ്ട് കൂറ്റമ്പാറ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ്. നിങ്ങളിങ്ങനെ കണ്ടു നോക്കിയാൽ അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ടവല് തരി കെട്ടിയ ആള്, അവിടുത്തെ തൊപ്പിട്ട ആള്, മറ്റേ ഇത് വെച്ച ആള്. അവിടെ ചെല്ലുമ്പോ എല്ലാരും ഇഹ്റാമിലാണ്. തമ്മിൽ കണ്ടാൽ അറിയോ? പെട്ടെന്ന് കണ്ടാ അറിയില്ല. അപ്പൊ നിങ്ങൾ അവിടുന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് ആ കൂറ്റമ്പാറ ഉസ്താദാണിപ്പോ പോണത്. ഒരു ലോകം കൂടി അയാൾക്കില്ല. അവിടുന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ എന്തേനും അതിന്റെ വർത്താനം കാര്യമൊക്കെ ഇപ്പൊ കണ്ടങ്ങൾ ഒരു ചന്തീന്ന് കണ്ട മേനിയും കൂടി ഇല്ല എന്ന് പറയാൻ നിൽക്കണ്ട. പിന്നെന്താ, അവിടുന്ന് നമ്മൾ കണ്ടാലപ്പം വേം വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ദാറുൽ അമാനിലെ ക്ലാസ്സിന് ഞാൻ ഉണ്ടായിട്ടോ.
ഞാനിവിടെ എത്തിക്കണം ഉസ്താദ് ദ്വാരക്കണം എന്നൊക്കെ പറയാം. നേരം ഉണ്ടെങ്കിൽ അടുത്ത പേടിയിൽ ഒരു ചായയൊക്കെ വാങ്ങിത്തരാം, അങ്ങനെ അള്ളാഹു ഖൈറാക്കി തരട്ടെ എന്നൊക്കെ പറഞ്ഞാണ് പിരിയാ. അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ദൂരെ എന്നുങ്ങാണ്ട് അയാൾ മുണ്ടാതെ പോകണണ്ട എന്ന് പറയലല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഹറമിൽ ഞങ്ങളൊക്കെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഒരു കാര്യം പഠിച്ച് ചെയ്യുന്നതും പഠിക്കാതെ ചെയ്യുന്നതും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതിൽ വലിയ മാറ്റം. നിസ്കരിക്കാൻ നിന്നാൽ നമ്മളൊക്കെ ഇപ്പൊ തക്ബീറെല്ലാം തുടങ്ങിയിട്ട് കാലത്തിലായി, എല്ലാവർക്കും നിസ്കാരം അല്ലേ? നമ്മൾ നിസ്കരിക്കാനാണ് നിന്നുങ്ങാണ്ട് അല്ലാഹു അക്ബർ. നിസ്കാരത്തിന് വല്ല കുഴപ്പമാണ്? ഒരു കുഴപ്പമില്ല. നമ്മൾ നിസ്കരിക്കാനാണ് നിന്നുങ്ങാണ്ട് എങ്ങനെ തക്ബീറെല്ലാം അല്ലാഹു അക്ബർ. അതേ സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാൻ വേണ്ടി നിന്ന് നമ്മൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി കയ്യും കാലും ഒക്കെ അടക്കി വെച്ച് ഖുശൂഅ് ഖുദൂഅ് എന്ന് പറഞ്ഞാൽ രണ്ട് വിഷയമുണ്ട്. എന്താ ഖുശൂഅ് ഖുദൂഅ് എന്ന് പറഞ്ഞാൽ? ബാഹ്യമായ അവയവങ്ങളെയും ആന്തരികമായ അവയവങ്ങളെയും, അതായത് മനസ്സും ശരീരവും രണ്ടും അല്ലാഹ് എന്നതിൽ ലയിച്ച് നിൽക്കുക. അതാണ് ഖുശൂഅ് ഖുദൂഅ്. നിസ്കരിക്കാൻ വേണ്ടിയാണ് നിന്നിട്ടുണ്ടാവും ചിലർക്ക് മൂക്കുന്ന ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചു, ചിലർക്ക് നിസ്കരിക്കാൻ വേണ്ടിയാണ് നിന്നുണ്ടാവും പിന്നെ കയ്യ് അടങ്ങി നിൽക്കന്നല്ല. നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ടൊന്നും ഒരു ശ്രദ്ധ അങ്ങോട്ട്. നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായും ഈ വിഷയത്തിൽ. അതാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി സുജൂദിന്റെ സ്ഥലത്തേക്ക് തന്നെ നോക്കുക. ശ്രദ്ധ മുഴുവനും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചു നമ്മൾ അവയവങ്ങളൊക്കെ അടക്കി വെക്കുക. മനസ്സ് മുഴുവനും അല്ലാഹ് നമ്മൾ ആ ചെയ്യണേ. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോ ആ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ അല്ലാഹു അക്ബർ ആ എന്ന് തുടങ്ങുമ്പോൾ കൈ പൊങ്ങാൻ തുടങ്ങും. റ് എന്ന് പറയുമ്പോ കൈ പൊങ്ങി തീരും. എന്നിട്ട് കൈ ഇങ്ങനെ അപ്പൊ എങ്ങനെ അല്ലാഹു അക്ബർ. ആ അക്ബർ ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെയാണ് കൈ കെട്ടേണ്ടത്. അതേ സമയത്ത് നമ്മളൊക്കെ പാഞ്ഞ് നിങ്ങളുടെ ഇപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കലില്ല. അല്ലാഹു അക്ബർ. നിസ്കാരം സഹീഹാകുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? നിസ്കാരം ശരിയാകാത്ത പ്രശ്നമുണ്ടോ? അത് പ്രശ്നമല്ല. പിന്നെ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഒരു ഖൈറ് ചെയ്യുമ്പോൾ, ഒരു നന്മ ചെയ്യുമ്പോൾ ഒന്നിന് 10 കിട്ടും. ഒന്നിന് എത്ര കിട്ടും? 10 കിട്ടും. അല്ലാഹു അക്ബർ. ഇന്ത്യന്റെ 10 കിട്ടും. ഇന്ത്യന്റെ 10 കിട്ടും. ഒന്നും കൂടി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചങ്ങാണ്ട് അല്ലാഹു അക്ബർ. സൗദിന്റെ 10 കിട്ടും. സൗദിയിലെ 10 കിട്ടും. നമ്മൾ അതിന്റെ ഭയഭക്തിയോടെ അല്ലാഹ് എന്ന ആ നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് മുതൽക്ക് ആ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ, അല്ലാഹുവാണ് വലിയവൻ, ഞാൻ ഏറ്റവും ചെറിയവനാണ്, എന്റെ ഈ നിസ്കാരം ഒരു പക്ഷെ അടുത്ത വഖത്തിന് നിസ്കരിക്കാൻ ഞാൻ ഹയാത്തിൽ ഇല്ലെങ്കിലോ, സൊല്ലു സ്വലാത്ത മുവദ്ദിഅ, ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണെങ്കിലോ, അങ്ങനെ അങ്ങേയറ്റത്തെ ആ ഭക്തിയിലും ആ ബഹുമാനത്തിനും നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ. അപ്പോ 10 വ്യത്യാസം വരും. അപ്പൊ ഏറ്റവും മൂല്യമുള്ള 10 ഏതാ? കുവൈത്തിന്റെ 10. അപ്പൊ ഈ വർഷം ഒരു ഹാജിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും മുന്തിയ പ്രതിഫലം എനിക്ക് കിട്ടണം എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിൽ നല്ലപോലെ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കല്യാണക്കത്ത് നമ്മളൊരാൾക്ക് കൊടുക്കുകയാണ് ക്ഷണപ്രകാരം, കല്യാണക്കത്ത് കൊടുക്കുകയാണ്, കല്യാണത്തിന് ക്ഷണിച്ചു. നിങ്ങളെ വീട്ടിക്ക് കല്യാണക്കത്തും കൊണ്ടുപോകുന്നത് ആരാറിയോ? അത് വീട്ടിൽ തേങ്ങ പറിക്കാൻ വേണ്ടി വരുന്ന ആ കോരു പറഞ്ഞു. കോരിനോട് വെച്ചു, എവിടെ കൂടെ വെച്ചു, ഞാൻ ആചാരോടെ തേങ്ങ പറിക്കാൻ പോകുന്ന ഈ കല്യാണക്കത്തൊന്നും ഇവർക്ക് കൊടുക്കേണ്ടിയാണ്. നിങ്ങൾക്ക് ആ കത്ത് കിട്ടിയോ? കിട്ടിയില്ല.
കിട്ടിയില്ലേ? അത് പൊളിച്ചു നോക്കുമ്പോ അതിൽ കത്തിൽ കല്യാണത്തിന്റെ വിവരം ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു കല്യാണ കത്ത് കൊടുക്കരുത്. അതേ സമയത്ത് കല്യാണം നിശ്ചയിച്ച ആള് രാവിലെ സുബഹി നിസ്കരിച്ച് നമ്മള് പള്ളിക്കന്ന് ഇങ്ങനെ വരുമ്പോണ്ട് മൂപ്പര് നന്ന രാവിലെ തന്നെ വരുന്നത്, അസ്സലാമു അലൈക്കും, ഞാൻ നിങ്ങളൊന്ന് കാണണം എന്ന് വിചാരിച്ചു മാത്രമാണ് മോന്റെ കല്യാണം പറയാൻ തുടങ്ങി. അതാദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളെടുത്തുന്നാകാം എന്ന് വിചാരിച്ചിട്ട് വന്നതാ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ സംഗതി ഒക്കെ ഒന്ന് പറഞ്ഞ് ഓർമ്മക്കൊരു കത്ത് പടം നിൽക്കട്ടെ, നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കണുണ്ടോ, നിങ്ങൾ എന്തായാലും ഇത് രണ്ടും ക്ഷണിക്കലാണ്. നിങ്ങൾ ഏതിനാ പോവുക? നിങ്ങളെ മനസ്സിൽ പോകുമ്പോ ഒരു സന്തോഷം ഏത് പോക്കാനാ? ആ കോരുവിന്റെ അടുത്ത് കത്ത് കൊടുത്താച്ചീനാണോ? ഏതൊരു സംഗതി അത് ചെയ്യുമ്പോൾ അതിന്റെ അർഹതപ്പെട്ട രൂപത്തിൽ ചെയ്യുക. ഒരു സംഗതി ചെയ്യുമ്പോൾ അതിനൊരു അർഹതപ്പെട്ട രൂപത്തിൽ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഏതിനെയും നമ്മുടെ ഹൃദയത്തിൽ അത്രയധികം ബഹുമാനമാണ്, നമ്മുടെ ഹൃദയത്തിൽ അത്രയധികം ആദരവ്, നമ്മുടെ ഹൃദയത്തിൽ അത്രയധികം. നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? മക്കത്തുൽ മുകറമ, മദീനത്തുൽ മുനവ്വറ. ഈ രണ്ട് പ്രദേശത്തെയും പറയുമ്പോൾ അങ്ങനെ അല്ലാതെ സ്വാലിഹീങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ മക്കത്ത് പോവുകയാണ്, ഞാൻ മദീനത്ത് പോവുകയാണ്, അങ്ങനെ ഒരു പ്രയോഗം സ്വാലിഹീങ്ങളെ മനസ്സിലില്ല, അവരുടെ നാവിലില്ല. മക്കത്തുൽ മുകറമ അതിന്റെ ബഹുമാനത്തോട്, മദീനത്തുൽ മുനവ്വറ അതിന്റെ ബഹുമാനത്തോട്. ഒരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഇന്നലെ പോളിംഗ് ബൂത്തിൽ കാന്തപുരം AP അബൂബക്കർ എന്ത് ചെയ്തു, വോട്ട് ചെയ്തു എന്ന് എഴുതി. അങ്ങക്കൊക്കെ എങ്ങനെ ഉണ്ടാവും? കാന്തപുരം AP അബൂബക്കർ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് അത് വായിക്കുമ്പോ തന്നെ എങ്ങനെ ഉണ്ടാവും? ഒരു വിഷമം നമുക്ക് വരുവോ വരൂലേ? അപ്പോ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ, ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തും, അതിനനുസരിച്ചുള്ള ഒരു വാക്കിലും മനസ്സിലും ആ ബഹുമാനം വേണം. വാക്കിലും മനസ്സിലും. വെറും ഒരു കാന്തപുരം AP അബൂബക്കർ പത്രക്കാരൻ എഴുതിയ ഓനെ വിടും നമ്മള്. അത് ഒരു സംഗതി എഴുതുമ്പോൾ ശൈഖുനാ AP ഉസ്താദ്, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഏതൊരാളെയും നമ്മൾ ആ ആൾക്കനുസരിച്ചുള്ള ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ. ഇന്ന് ആരാ അവിടെ വരുന്നു വെച്ചു? അവിടെ നിന്ന് പരിപാടിക്ക് ഇബ്രാഹിം ഖലീലാണ് വരുന്നത്. വാക്ക് ഒരു സംഗതിയുടെ അതിന്റെ ആദരവും അതിന്റെ അർഹതയും അതിന്റെ ബഹുമതിയും ഒക്കെ ഏതിൽ നിൽക്കണം? നമ്മുടെ മനസ്സിലും നിൽക്കണം, വാക്കിലും നിൽക്കണം. അതനുസരിച്ച് ബോഡി ലാംഗ്വേജും അതേപോലെ വരണം. അതാണ് ഷഹാദത്തി കലിമ അർത്ഥം അറിഞ്ഞ്, ഷഹാദത്തി കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക. വെറുതെ പ്രഖ്യാപിക്കലല്ല, അർത്ഥം അറിയണം. എന്നിട്ട് അത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം, എന്നിട്ട് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കി നമ്മൾ എങ്ങോട്ടാ പോണത്? മക്കത്തുൽ മുകറമ. നമ്മൾ എവിടേക്കാണ് മനസ്സ് വെച്ചിരിക്കുന്നത്? മദീനത്തുൽ മുനവ്വറ. ആ ആദരവും ബഹുമാനവും ചേർത്തുകൊണ്ടല്ലാതെ പറഞ്ഞിട്ടില്ല കിതാബുകൾ. അതുകൊണ്ട് തന്നെ പോകുന്ന സ്ഥലത്തിന്റെ ബഹുമാനം ഓർക്കുമ്പോ മക്കത്തുൽ മുകറമയിലേക്ക് വരുന്ന ആളുകൾ ഇപ്പൊ ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ, മദീന ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ ഇഹ്റാം ചെയ്ത് വരുമ്പോൾ നിശ്ചയിച്ചത് 400-ലധികം കിലോമീറ്റർ അപ്പുറമാണ് ദുൽഹുലൈഫ, അബിയാർ അലി. അവിടുന്ന് ഇഹ്റാം ചെയ്ത് വരണം എന്നാണ് ഓർഡർ. അപ്പൊ മക്കയായിട്ട് എത്ര കിലോമീറ്റർ അകലെയാണ്? മക്കയുമായിട്ട് എത്ര കിലോമീറ്റർ അകലെയാണ്? 400-ലധികം കിലോമീറ്റർ അകലെയാണ് ഏത് നിൽക്കുന്നത്? ദുൽഹുലൈഫ നിൽക്കുന്നത്. 400 കിലോമീറ്റർ തർക്കല്ല. അവിടുന്ന് ഇഹ്റാം ചെയ്യണം ആ വഴിക്ക് വരുന്ന ആൾക്കാർ. അത്ര ദൂരം തന്നെ ഞാൻ പോകുന്ന ഭൂമി, ഞാൻ ചെയ്യുന്ന ആരാധന, അതിന്റെ ഒരു മഹത്വം, അതൊക്കെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ. മറ്റൊരു ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ ജുഹ്ഫ, അവിടെ നിന്ന് ഇഹ്റാം ചെയ്യുമ്പോൾ 185 കിലോമീറ്റർ 185 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ എന്ത് വേണം? അവിടെ നിന്നോ അതിന്റെ അപ്പുറത്തുനിന്നോ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ കണ്ട നിങ്ങൾ പോകുന്ന സ്ഥലം, അതിന്റെ ഒരു ബഹുമാനം നമ്മുടെ മനസ്സിലും ശരീരത്തിലും നമ്മളെ ആളുകൾ കാണുമ്പോ കാഴ്ചയിലും എല്ലാം
നമ്മൾ ഇവിടുന്നൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്താണ്, നമ്മളെ മീഖാത്ത് യലംലമിന്റെ അവിടെ എത്തുന്നതിന്റെ മുമ്പ് അല്ലേ, നമ്മൾ ഇവിടുന്ന് തന്നെ ഇഹ്റാമിന്റെ കുളിച്ചു, ഇഹ്റാമിന്റെ ഡ്രസ് ഒന്ന് മാറ്റി. അപ്പൊ നമ്മളെ പുറം മാറി ഉള്ളും മാറി, നമ്മളെ ഉള്ളും പുറവും ഒക്കെ ഒന്ന് ചേഞ്ച്. എന്തേ സംഗതി? അള്ളാഹുവിന്റെ ഹറമിനുള്ളിൽ വെച്ച് ഒരു വേണ്ടാത്ത കാര്യം ചെയ്യണം എന്നൊരാളെ മനസ്സിൽ തോന്നിയാൽ ചെയ്താൽ, നമ്മൾ ഹറമിലും ഇവിടെ ഉള്ളൊരു വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ ഞാനൊരു തെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു, ചെയ്തിട്ടില്ല. എന്നാൽ ആ വിചാരിച്ചത് അല്ലാഹു തആല പുറത്തു തരും. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിചാരമാണ്. ആ വിചാരിച്ചത് എന്താകും? അതാണ് പൊറുക്കപ്പെട്ടു പോകും. ചെയ്തെങ്കിലേ തെറ്റു വരും. അതേസമയത്ത് ഹറം ഷരീഫിലെ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ കഠിനമായ ശിക്ഷ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ പോണ സ്ഥലത്തിന്റെ ബഹുമാനം മനസ്സിലാക്കാതെ പോണ്ട. വെറുതെ പോയി വന്നുങ്ങാണ്ട് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. അജ്ജിന് പോയിട്ട് ചോദിച്ചു, ഒരു 5 ലക്ഷം അങ്ങനെയാണ് പോയിന്ന്. ഓരോരോ നാവിൽ നിന്ന് വരുന്ന വാക്കും വിഷയമൊക്കെ വളരെ ഗൗരവത്തിൽ എടുക്കണം. കളിയും തമാശയൊക്കെ റെഡി തന്നെയാണ്. സന്ദർഭവും സമയവും അവസരവും വിഷയങ്ങളും ഒക്കെ പഠിക്കാതിരിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഹറം ഷരീഫ് എന്ന് പറഞ്ഞാൽ, ഹറം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഒരു ഇത്തരം സ്ഥലം മാത്രമാണ്. സാധാരണക്കാരൻ മനസ്സിലാക്കിയത് ഹറം എന്ന് പറഞ്ഞാൽ കഅബ നിൽക്കുന്ന സ്ഥലം, ആ ചുറ്റുഭാഗം, അത് മാത്രമാണ്. അതല്ല ഹറം എന്ന് പറഞ്ഞാൽ. ഹറം എന്ന് പറഞ്ഞാൽ എത്രങ്ങാനും സ്ഥലമുണ്ട്. യാ റബ്ബ്, ഹറമിന്റെ അതിർത്തി 4 ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തിരിക്കുന്ന ഹറമിന്റെ അതിർത്തി, നേരത്തെ ആദം നബി അലൈഹിസ്സലാം മക്കത്തുൽ മുക്കറമയിലേക്ക് വരുമ്പോ മലായിക്കത്ത് ഇങ്ങനെ കൈകോർത്തുന്നതിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലം. ആ ഹറമിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഹറമിന്റെ അതിർത്തി വരുന്നത് 20 കിലോമീറ്റർ പുറത്താണ്. നമ്മൾ അറഫന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുമ്പോ ഹറമിന്റെ അതിർത്തി 12 കിലോമീറ്റർ അപ്പുറത്താണ്. നമ്മൾ മദീനയുടെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുമ്പോ ഹറമിന്റെ അതിർത്തി 7-9 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങനെ ഓരോ ഭാഗത്തേക്കും പോകുമ്പോൾ ഏകദേശം നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ ഒരു 3-4 കിലോമീറ്ററിന് ഉള്ളിൽപ്പെട്ട സ്ഥലം മുഴുവനും ഹറമാണ്. ഹറമിന്റെ ഉള്ളിലാണ് മക്ക, മക്കയുടെ ഉള്ളിലാണ് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലാണ് കഅബ ശരീഫ്. ഹറം ഇതിലൊക്കെ വലിയ വിശാലമായത്. അപ്പൊ നമ്മൾ താമസിക്കുന്ന അസീസിയ, ഈ സ്ഥലങ്ങളൊക്കെ ഏതിൽപ്പെട്ടതാണ്? ഹറമിൽപ്പെട്ടതാണ്. നമ്മൾ മക്കത്ത് താമസിക്കുന്ന ബിൽഡിംഗ് ഹറമിൽപ്പെട്ടതാണ്. നമ്മള് മക്കത്ത് താമസിക്കുന്ന ബിൽഡിംഗ്, ക്ലോക്ക് ടവറിൽ താമസിക്കുക, അപ്പുറത്തെ ബിൽഡിംഗ് താമസിക്കുക, അതിനപ്പുറത്തെ ബിൽഡിംഗ് താമസിക്കുക. ആ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏതിൽപ്പെട്ടതാണ്? ഹറമിൽപ്പെട്ടതാണ്. ആ ഹറമിൽപ്പെട്ട സ്ഥലത്ത് ഒരു വേണ്ടാത്ത തെറ്റ് ചെയ്യാനുള്ള വിചാരം മനസ്സിൽ വന്നാൽ അല്ലാഹു തആല വെറുതെ വിടൂല. എന്താ അങ്ങനെ വിചാരം വരാൻ? നമ്മൾ പോയ സ്ഥലത്തിന്റെ ബഹുമാനം, ആദരവ് കാത്തു സൂക്ഷിക്കാൻ നമ്മളെ മനസ്സിന് കഴിയുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രതിഫലം കിട്ടുന്നത് മാത്രം പഠിച്ചാൽ പോരല്ലോ, അതിന്റെ ശിക്ഷയും വേണ്ട അറിയാം. നുദിഖുഹു മിൻ അദാബിൻ അലീം. ചില തഫ്സീറുകളിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദാബുൻ അലീം കൊടുക്കും. ആ ഭാഷ ഖുർആൻ ഉപയോഗിച്ചതൊക്കെ ആരൊക്കെ കൊടുക്കാനാണ്? അത് അവിശ്വാസികൾക്ക് കൊടുക്കാൻ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയെ പറ്റി പറഞ്ഞിടത്താണ് ഖുർആൻ അദാബുൻ അലീം പറഞ്ഞിട്ടുള്ളത്. ആ അദാബുൻ അലീം കൊടുക്കും എന്ന് പറയുന്നത് എവിടെയാണ്? പിന്നെ ഹറമിൽ വെച്ചുകൊണ്ട് തെറ്റ് ചെയ്യാൻ വിചാരിച്ചവർ. അപ്പൊ പിന്നെ തെറ്റ് ചെയ്യും കൂടി ചെയ്താലോ? ഈ ഉള്ളിൽപ്പെട്ട സ്ഥലം, അവിടെ നിന്നൊരു പക്ഷിയെ വേട്ടയാണ്, അവിടെ നിന്നൊരു മരത്തിന്റെ ഇലമെന്ന് നമുക്കുള്ള വെറുതെ ഇങ്ങനെ എടുത്ത് നിൽക്കാണിച്ചാ ചെടിമെന്നൊരു ഇല നുള്ളിയിട്ട് ഒന്ന് മണത്ത് നോക്കിയിട്ട് അതൊന്നും അവിടെ പറ്റൂല. അവിടെ നിന്നൊരു ചെടിമെന്ന് ഇല പറിക്കാൻ പറ്റുമോ? ഒരു ചെടിമെന്ന് കൊമ്പ് മുറിക്കാൻ പറ്റുമോ? അവിടെ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? സംസം അല്ലാത്തൊരു സാധനം അവിടെ നിന്ന് കുറച്ച് മണ്ണ് വാരിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഹറമിൽ നിന്ന് വാരിയിരിക്കുന്ന ഒരു മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകൽ ഹറാമാണ്.
മിനായിൽ കല്ലേറ് കഴിഞ്ഞപ്പോ 4 കല്ല് ബാക്കിയുണ്ടേനി, അങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണ്ട, അത് അവിടെ തന്നെ വെച്ചോളി. ഏതായാലും മോനിക്ക് പേരുണ്ടാക്കണം, അപ്പൊ തിരക്കല്ലിടാ വർക്കത്താണ് നീ അച്ഛനോട്ട് കൊണ്ടുവരണ്ട, വർക്കത്തല്ല. അപ്പോ നമ്മൾ പോകുന്ന സ്ഥലം, അതിന്റെ ബഹുമാനം, ഒരു സംഗതി പറയുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുന്നത് ഇത്ര, ഞാൻ ഇതിന്റെ ആമുഖം ഓർമ്മപ്പെടുന്നത്, ഹൃദയത്തിൽ അതിന്റെ 100% സാന്നിധ്യം ഉണ്ടാവണം. ഒരു സംഗതി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം, മനസ്സ് എല്ലാം അതിന്റെ ഒപ്പം ചേർന്ന് നിൽക്കണം. നമ്മളൊരാളെ കണ്ട് നമ്മൾ മധ്യസ്ഥം പറഞ്ഞു. എന്താ മധ്യസ്ഥം പറഞ്ഞത്? ഒരു 2 ആളോടും ഒക്കെ പറഞ്ഞൊക്കെ തീർന്ന് ഇനി രാവിലൊക്കെ കാണുമ്പോ ഓനോട് സലാം പറഞ്ഞ നന്നായിക്കളുണ്ട്. ഓൻ രാവിലെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും അയിലാറല്ലേ പറയാതെ അല്ലെ, അയിലാറല്ല പറയാതെ അല്ലേ, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു പേരാണ് അസ്സലാം. ആ പേര് കൊണ്ടാണ് ഇസ്ലാം, ആ പേര് കൊണ്ടാണ് സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം. ഇങ്ങനെ ആ പേര് കൊണ്ടാണ് ലോകത്ത് മുഴുവനുള്ള മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിൽ നിൽക്കുന്നത്. അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ്. അത് ചേർത്തുകൊണ്ടുള്ള നമ്മൾ ഐഹികവും പാരത്രികവുമായ ഒരു രക്ഷക്കും മോചനത്തിനുമുള്ള ഒരു അഭിവാദ്യ പ്രാർത്ഥനയാണ് അസ്സലാമു അലൈക്കും. ഒരാളെ കാണുമ്പോ പ്രായത്തിനനുസരിച്ച്, ഇൽമിനനുസരിച്ച് അല്ലേ, അതിനനുസരിച്ച് നമ്മളോട് സലാം പറയുമ്പോ, നമ്മൾ എപ്പിസ്താദിനോട് സലാം പറയാൻ ഇങ്ങനെ എത്ര ഒരു ബഹുമാനത്തിൽ നിന്നുങ്ങാണ്. നമ്മളെ വാപ്പാനോടോ അമ്മാനോടോ, നമ്മളൊരു കൂട്ടുകാരനോടോ, ഭാര്യ ഭർത്താവിനോടാണ്. അപ്പൊ അതിനനുസരിച്ച് ആ സലാമിന്റെ വാചകത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഇപ്പൊ സലാം പറയാൻ. ഇത് ഓരോന്നിനും നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ ചവിട്ടാൻ പോകുന്ന മണ്ണ്, ഹജ്ജ് ചെയ്യാത്ത ഒരു നബിയില്ല. അപ്പോ നമ്മൾ ഹറമിന്റെ അതിർത്തിയാണ് കടക്കുന്നതോട് കൂടെ നമ്മൾ ഓർമ്മിക്കണം, പടച്ചോനെ ഇബ്രാഹിം നബി ചവിട്ടിയ സ്ഥലത്തായിരിക്കുമല്ലോ ഞാന്, പടച്ചോനെ മൂസാ നബി നിന്ന സ്ഥലത്തായിരിക്കോ ഇത്, പടച്ചോനെ ഖദീജ ബിബി ഇരുന്ന സ്ഥലമായിരിക്കോ ഇത്, പടച്ചോനെ ആയിഷ ബിബി ഇരുന്ന സ്ഥലമായിരിക്കോ ഇത്, പടച്ചോനെ ഫാത്തിമ ബിബി ഇബാദത്ത് ചെയ്ത സ്ഥലമായിരിക്കും. ഓരോ സമയം, സന്ദർഭം, സ്ഥലം, ഇതൊക്കെ മനസ്സിലാക്കി നിൽക്കണം. അല്ലാഹു തആല നമുക്ക് ഹൃദയത്തിൽ അതിന്റെ ഒരു തഖ്വ തരട്ടെ. ഏത് സമയത്തിന്റെ വില കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ എല്ലാ വെള്ളിയാഴ്ചയും ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അസർ നിസ്കരിച്ചാൽ മഗ്രിബ് വരെയുള്ള സമയത്ത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വെള്ളിയാഴ്ച അസർ മഗ്രിബിന്റെ ഇടയ്ക്കുള്ള സമയം ഫാത്തിമ ബിബി ഒരു വാക്ക് വേറെ സംസാരിക്കൂല. അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ നിസ്കാരത്തിൽ, ഖുർആൻ പാരായണത്തിൽ, ദിക്റിൽ, ദുആഇൽ തന്നെ. ഏത് മുതൽ അസർ നിസ്കരിച്ചാൽ മഗ്രിബ് വരെ മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിയും. എന്താ കാരണം? ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ ബിബിയോട് ചോദിച്ചു, ഫാത്തിമോ നിങ്ങൾ എന്താ ഈ സമയത്ത് ഇങ്ങനെ ഇബാദത്തിൽ? അപ്പൊ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പാപ്പ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത സമയം അസറിന്റെ ശേഷമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദം നബിയാകുന്ന വല്യാപ്പാനെ പടച്ച സമയം ഞാൻ അള്ളാഹിനോട് ചോദിക്കട്ടെ. കണ്ടോ നിങ്ങൾ ആ സമയത്തിന്റെ പ്രത്യേകത, ആളെ പ്രത്യേകത, സ്ഥലത്തിന്റെ പ്രത്യേകത, ഓരോ ദിക്റിന്റെ പ്രത്യേകത, അത് ഓരോന്നിന്റെയും ബഹുമതി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വേണം. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത്, ഹജറുൽ അസ്വദിനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത്, നീ ഒരു കല്ലാണ് എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എന്റെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ ഹബീബ് അവിടുത്തെ ശറഫാക്കപ്പെട്ട നെറ്റി വെച്ചുകൊണ്ട് ആ കല്ലിൽ മുത്തുനബിയുടെ നെറ്റിത്തടവും മുത്തുനബിയുടെ ചുണ്ടും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കല്ലിന് ഉമ്മ വെച്ചുകൊണ്ട് മുത്തം വെക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കല്ലേ. അപ്പോ ഓരോന്നിനും അതിന്റെ ഒരു, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, നമുക്കെല്ലാം ഓർമ്മയില്ല, അതൊന്നും സാധിക്കില്ല. നമ്മൾ ഫത്വ കൊടുക്കലും കഴിയും, ഹറമിൽ അതിന് നിൽക്കരുത്. അറിയാത്തത് എനിക്കറിയില്ല, ഞാൻ ഇന്റെ തന്നെ എങ്ങനെയെങ്കിലും ശരിയാക്കി പതിനും പഠിച്ചവനെ നെല്ലി നിൽക്കുകയാണ് എന്ന് നമ്മൾ ആ സാരം ഉണ്ടാവില്ല. ഏത് സാരം ഉണ്ടാവില്ല?
ഹറമിൽ വെച്ചിട്ട് സാരോ നിസാരോ നമ്മൾ തീരുമാനിക്കണതല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. പണം ഉണ്ട്, ആരോഗ്യം ഉണ്ട്, സൗകര്യം ഉണ്ട് എന്നതൊന്നും അല്ല. അതൊക്കെ അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത്. അതിനുള്ള ശുക്ർ അത് മനസ്സിൽ വേണം. പിന്നെ നമ്മളെ നല്ല പോലെ പഠിക്കണം, ബഹുമാനം. ഒരു കഷ്ണം കടലാസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശരിക്കും എഴുതിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയ ഒരു കടലാസ് കഷ്ണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ സാധാരണ ഏടുകളുണ്ട്, അതിലൊക്കെ എന്താ ഉള്ളത്? ആയത്തുൽ കുർസി ഉണ്ട്, അതേപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു ഫാത്തിഹ ഒക്കെ ഉണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്ന ആ യാസീന്റെ ഏടും 30 ജുസുകളുള്ള മുസാഫും ബഹുമാനിക്കേണ്ടത് രണ്ടിനും ഒരേ മാതിരിയാണ്. ആണോ അല്ലേ? യാസീന്റെ ഏട് മാത്രമുള്ളത് എടുക്കണമെങ്കിലും ആണ് ഓതു കൊടുക്കുക. 30 ജുസുവിനും ആണ് ഏതെടുക്കുക, ഓതു കൊടുക്കുക. അപ്പൊ 30 ജുസുവിന് മതി ഓതുക. യാസീന്റെ അല്ലേ? അപ്പൊ നമ്മള് സാധാരണത്തല്ലേ, നിസ്സാരപ്പെടുത്താൻ നിൽക്കണ്ട. അപ്പോ നമ്മൾ ഈ യാത്രയിൽ നമ്മൾ വിചാരിക്കുക, ഈ യാത്രയിൽ എല്ലാം നമ്മൾ ആദരിക്കേണ്ടതും നമ്മൾ ബഹുമാനിക്കേണ്ടതും നമ്മൾ സൂക്ഷിക്കേണ്ടതുമായ സ്ഥലങ്ങളാണ് മുഴുവൻ. അതിപ്രധാനപ്പെട്ട ഹറം ഷരീഫ് 4 ഭാഗത്തും അതിർത്തി സ്ഥാപിച്ച് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലുള്ള സ്ഥലം ഹറം, സുരക്ഷിത മേഖല, സംരക്ഷിത മേഖല. ആ ഹറമിനുള്ളിൽ അല്ലാഹു തആല പ്രത്യേകം വെച്ച അതിർത്തിയുള്ള മക്കത്തുൽ മുക്കറമ, അതിനുള്ളിൽ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മസ്ജിദുൽ ഹറാം, അതിന് മധ്യത്തിൽ ഏകദേശം 17 അങ്ങനെയൊക്കെ മീറ്റർ ഉയരത്തിലുള്ള നല്ല ഒരു കെട്ടിടം. ഇതാണ് മക്കത്തുൽ മുക്കറമ. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. മൊത്തത്തിൽ നമ്മുടെ ഈ കേരളീയരായ ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് അപമര്യാദ വരുന്നത് 2 നിരക്കാണ്. ഒന്ന്, നമ്മൾ ഏതെങ്കിലും ഒരു സംഗതി കണ്ട് പരിചയമില്ലാത്തത് കണ്ട് ബന്ധപ്പെട്ട് കൊടുക്കണം, അല്ലാത്തൊരു പുതിയത് കാണുമ്പോഴേക്കും അത് നമ്മളെ മനസ്സിൽ അതിനെ പറ്റിയുള്ള ഒരു വിചാരം, പല വേണ്ടാത്ത വിചാരം നമുക്ക് വരും. അങ്ങനത്തെ ഒരു കൂട്ടരാണ് നമ്മളിപ്പോ ഒരു ഏകദേശം ഒരു മീഡിയം വെളുപ്പും കറുപ്പും ഒക്കെ ഉള്ള ആൾക്കാരെ കണ്ടിട്ട് നമുക്ക് പരിചയം. ഒന്നുകൂടി ഒരു കറുപ്പിന് ശക്തിയായിട്ട് ഒരാളെ അവിടെ കാണുകയാണെങ്കിൽ അപ്പൊ നമ്മൾ തോണ്ടും, നോക്കാം എന്താ അതൊക്കെ. അപ്പത്തിന് നമ്മൾ തോണ്ടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോ 2 ആളും കൂടി ഹറമിന്ന് തന്നെ, കഅബത്തിന്റെ അടുത്ത് തന്നെ അതിനെപ്പറ്റി അഭിപ്രായം പറയലുക. അയ്യോ നമ്മളുള്ളത് പറയാം, വേറെ ആരും കേൾക്കണല്ലോ, നമ്മളെ നാട്ടുകാരനല്ലോ. നമ്മളെ മനസ്സിൽ വേഗം നമ്മൾ സാധാരണ കണ്ട് പരിചയമില്ലാത്തൊന്നും കാണുമ്പോത്തിന് നമ്മളെന്താക്കും, നമ്മൾ അഭിപ്രായം പറയലും വിഷയങ്ങളും. മിക്കവാറും നമ്മൾ അഭിപ്രായമൊക്കെ എന്തേക്കാരം അതിനെപ്പറ്റി മിക്കവാറും ഒരു കേട്ടാ തൃപ്തിയില്ലാത്തത് തന്നെ. അപ്പൊ നമ്മളെ മനസ്സിൽ വരുന്ന ഈ വേണ്ടാത്ത വിചാരം അതനുസരിച്ച് നമ്മളെ നാവുകൊണ്ടുള്ള പറച്ചിൽ നമ്മൾ വിചാരിക്കണം. ഒരു വിചാരം വേണ്ടാത്തത് വന്നാൽ തന്നെ അല്ലാഹു തആല വെറുതെ വിടൂല, റബ്ബ് നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മളെ കൽബ് നമ്മൾ നല്ലോണം, മനസ്സൊക്കെ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അല്ലാഹു തആല നിങ്ങളെ കൽബിന്റെ അല്ല പിന്നെ കൽബും എല്ലാവർക്കും ഒരേ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് തന്നെയാണ്, അല്ലേ? അല്ലാഹു തആല മണ്ണിലാൽ പടച്ചു, പിന്നെല്ലാം കൂടി ഗർഭാശയത്തിൽ ഇങ്ങനെ മാറ്റം വരുത്തിയൊക്കെ പടച്ചു. നിങ്ങൾക്കും എനിക്കൊക്കെ ഒന്ന് തന്നെയല്ലേ? കമ്പനി സാധനം തന്നെയാണ് ഒക്കെ. പക്ഷെ ഞാൻ നിങ്ങളോട് വേറൊന്ന് പറഞ്ഞാൽ, ഒരേ കമ്പനിന്റെ 2 സാധനം, ഒന്ന് ക്ലോസറ്റ്, ഒന്നേതാണ് ക്ലോസറ്റ്, മറ്റൊന്ന് നമ്മൾ ആ ചോറ് വിളമ്പാൻ വെക്കണ പ്ലേറ്റും തട്ടും ഒക്കെ ഉണ്ടല്ലോ, അതിനെന്താ പറയാ? രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി? ISI മുദ്രയുള്ള ഒരേ സാധനം, 2 ഒരേ മെറ്റീരിയലാണ് 2. ഇതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചോറ് വിളമ്പാനാണ് ഉപയോഗിക്കാറ്. മറ്റേത് ഇങ്ങനെ ഓട്ടൊക്കെ പടയക്കാണ്ട് ക്ലോസറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ചങ്ങായി പെരപ്പണിയൊക്കെ ഇങ്ങനെ തീരുന്നുള്ളൂ, ഓൻ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് സൽക്കാരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോ വിചാരിച്ചില്ലാറെ ഒരു വട്ടത്തേക്ക് ആളേറെ. അപ്പോ എന്ത് കരുതി? ക്ലോസറ്റ് പുതിയത് കൊണ്ടുവന്നതാണ്. നിങ്ങൾ സംശയിച്ചൊന്നും വേണ്ട, ബാത്റൂമൊക്കെ കൊണ്ടുപോയിട്ട് തന്നെ. ആ ക്ലോസറ്റ് എവിടേക്ക് കൊണ്ടുപോയിട്ടില്ല, ബാത്റൂമൊക്കെ കൊണ്ടുപോയിട്ടില്ല. അപ്പോ എന്ത് ചെയ്തു? ഒരു വട്ടത്തേക്ക് തികയാത്തപ്പോ ആ ക്ലോസറ്റിന്റെ ഓട്ടേക്കാണ്ട് അടച്ചിങ്ങാണ്ട്
ഒരു വട്ടത്തിൽ ബിരിയാണി അയില വാങ്ങി എങ്ങനെ ഉണ്ടാവും? സംഗതി ഇപ്പൊ അപ്പുറത്തെ 3 വട്ടത്തിലുള്ള ആ തട്ട് അത് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണോ അതുകൊണ്ട് തന്നെയാണ് ഏതും ഉണ്ടാക്കിക്കുന്നത്, ഇതുണ്ടായിക്കുന്നത്. പക്ഷെ ക്ലോസറ്റിൽ ബിരിയാണി വിളമ്പിയാൽ ആരെങ്കിലും അത് വെച്ചാൽ കിട്ടും. നമ്മളെ ദിക്റും സ്വലാത്തും ക്ലോസറ്റിലെ ബിരിയാണി ആകരുതേ എന്നുള്ള വിചാരം നമുക്ക് വേണം. മനസ്സിലായോ സംഗതി? ഇനിയിപ്പോ അധികം പറയേണ്ടതില്ലല്ലോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരണം. നമ്മള് ചെല്ലണ നമ്മളെ ദിക്റും സ്വലാത്തും ഒക്കെ ഏതാകാൻ പാടില്ല, ക്ലോസറ്റിൽ വളർന്നു വെച്ച ബിരിയാണി ആകാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഒരു സ്വഹാബി മുത്തനബിയോട് വന്നിട്ട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു ഉപദേശം തരുന്ന നബിയെ. നബി തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം എന്താ? അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു കെട്ടിക്കോ. നമ്മളെ നാവ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പറയല് കഴിയും. പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടാ തോന്നിയിട്ട് കാര്യമില്ല, പറഞ്ഞു പോയില്ലേ. അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. ഇതൊക്കെ ഈ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കും വേണം. ഇനി അങ്ങോട്ടുള്ള ജീവിതം അങ്ങനെയാണ്. ഒരു വാക്ക് പറയുന്നതിന്റെ മുമ്പ് ഒന്ന് മനസ്സിൽ ഒന്ന് ആലോചിക്കാം, പറയണോ പറയണ്ടേ? ഒന്നാമത്തെ ഒരു ആലോചന രണ്ടാമത്തത് ഇപ്പൊ തന്നെ പറയണോ പറയണ്ടേ? രണ്ടാമത്തെ ഒരു ആലോചന. മൂന്നാമത്തെ ഒരു ആലോചന, നമ്മളെ മനസ്സിൽ പറയാൻ വേണ്ടി വിചാരിച്ചൊരു കോലുണ്ടാവും, ഞാൻ കാണട്ടെ ഇറങ്ങാണ്ട് പറയാൻ വിചാരിച്ചേ അല്ലേ? അങ്ങനെ തന്നെ പറയണോ പറയണ്ടേ? മൂന്നാമത്തെ ഒരു ആലോചന പറയേണ്ടത് തന്നെയാണ്. എന്നാ തന്നെ നാലാമത് ഞാൻ പദവനോട് നേരിട്ട് പറയണോ പറയണ്ടേ? 4 ആലോചന കഴിയുമ്പോഴേക്ക് നമുക്ക് ഉറപ്പായി പഠിച്ചോനെ പറയാഞ്ഞ് നന്നായിട്ടോ. അതാണ് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വെച്ചോ. അപ്പൊ അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളായ ഉമ്മപങ്ങന്മാർ സഹോദരിമാരെ നല്ലപോലെ കാക്ക. ഗവൺമെന്റിൽ പോകുന്നവരാണ് അധിക പേരും ഉണ്ടാവുക ഈ കൂട്ടത്തിലൊക്കെ അല്ലേ? ഗവൺമെന്റിൽ പിണറായി വിജയൻ സാറിനാണെങ്കിലും ഇനിയിപ്പോ നമ്മളെ മോഡി സാഹിബിനാണെങ്കിലും നമ്മളെ തവാഫിന്റെ ഷർത്തും പറഞ്ഞു ഓൽക്ക് അറിയേണ്ട കാര്യം എന്താ? തവാഫിന്റെ ഷർത്തും പറഞ്ഞു ഓൽക്ക് അറിയേണ്ട കാര്യമുണ്ട്. അറഫയിൽ നമ്മൾ എത്തി അതിന്റെ പറ്റോട് തന്നെയാണോ നിന്നത് അല്ലാത്തത് നോക്കേണ്ട കാര്യമുണ്ട് ഓൽക്ക്. കല്ലെറിഞ്ഞപ്പോ 7 ആയത് 14 ആയതെന്ന് വെച്ചാൽ ഓൽക്ക് ഉണ്ടാക്കും നോക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്ക് നമ്മളെ വിമാനത്തിന്റെ ടിക്കറ്റ്, ഒരു രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്തേക്ക് പോകാനുള്ള യാത്രാ സൗകര്യങ്ങൾ, അതിന് വേണ്ട വാക്സിനേഷൻ, അതിന്റെ മെഡിക്കൽ തീരുമാനങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവരെ ആലോചന. അതുകൊണ്ട് തന്നെ സർക്കാർ നിശ്ചയിക്കുന്ന വളണ്ടിയർ ഒരു ആര്യമല്ല, ആണോ? സർക്കാർ നിശ്ചയിക്കുന്നത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. മോൻ ചിലപ്പോൾ തീരെ മക്കത്ത് പോയിട്ട് തന്നെ ഉണ്ടാവില്ല, മോൻ ചിലപ്പോൾ തീരെ ഏതിന് പോയിട്ടുണ്ടാവില്ല, മക്കത്ത് പോയിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷെ സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ടൂറ് പോയപ്പോൾ ഓനെ പറ്റിയ നല്ല അഭിപ്രായം. സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട്, കോളേജിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ഹൈദരാബാദിക്ക് ടൂർ പോയി, ഊട്ടിക്ക് ടൂർ പോയി. അപ്പോഴൊക്കെ ഈ മാസ്റ്റ് ഭയങ്കര സേവന, അങ്ങനെയൊക്കെയുള്ള സേവനത്തിന്റെ സംഗതികളൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു മാസ്റ്റോ അതുപോലെ വില്ലേജ് ഓഫീസറോ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ ഓനെ നിശ്ചയിച്ചിരിക്കുന്ന ഏതിനാ? നേരത്തെ 500 ആൾക്ക് ഒരാളെ, ഇപ്പൊ ഈ വർഷം 300 ആൾക്ക് ഒരു വളണ്ടിയറാണ്. 300 ഹാജിമാര് അജ്ജുമ്മമാര് സംഖ്യ എത്ര ആളുകൾക്ക്? 300. ആ 300 ആളുകൾക്ക് ഓരോടുങ്ങൾ മസാല വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സർക്കാരിനൊക്കെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മാത്രമുള്ള കവറും ഗ്രൂപ്പും ഒക്കെ ഉള്ള കാലാണ്. അപ്പൊ അതുകൊണ്ട് മക്കളെ നമ്മൾ നല്ല പോലെ സൂക്ഷ്മമായി അറിഞ്ഞ് പഠിച്ച് നമ്മൾ ഗവൺമെന്റ് രൂപത്തിലൊക്കെ പോകുമ്പോ തീർച്ചയായും നമ്മുടെ സംഘത്തിൽ ഉസ്താദന്മാരുണ്ടാവും. നമ്മുടെ സംഘത്തിൽ ഉസ്താദന്മാരുണ്ടാവും. എത്രയോ ഉസ്താദന്മാർ സർക്കാരിൽ അജിന് പോണുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്പർ കിട്ടിയാൽ നമുക്ക് പോകാനുള്ള ഡേറ്റും പ്ലേറ്റും ഒക്കെ ആയാൽ നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് ഹജ്ജ് ക്യാമ്പിൽ ചെല്ലുമ്പോ തന്നെ ഒരു ദിവസം നമ്മളോട് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ കൂട്ടത്തിൽ ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടോ അല്ലേ എന്നൊക്കെ കാണും. അപ്പൊ വേഗം അവരായിട്ടൊന്ന് പരിചയപ്പെടുക. ഒന്ന് പരിചയപ്പെടുക. ഉസ്താദെ, ഞങ്ങളൊക്കെ കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരാണ്, ഞങ്ങൾക്കും ഒക്കെ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഇഹ്റാമിന്റെ ഒന്നിച്ചാക്കട്ടോ എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഇപ്പോ സർക്കാരിൽ മാത്രം പോകുന്ന ഉസ്താദുമാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചില ഉസ്താദുമാർക്കൊക്കെ നമ്മൾ പ്രത്യേകം ക്ലാസും കൊടുത്തിട്ടുണ്ട്.
ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഉസ്താദുമാരുടെ ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ ചെയ്യണം. അല്ലാതെ ഇത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് സുമാർ വെച്ചുകൊണ്ട് പറയാനും സുമാർ വെച്ചുകൊണ്ട് തീരുമാനിക്കാനും നിൽക്കരുതേ എന്ന് കൂടി നിങ്ങളെ പ്രത്യേകം ഉണർത്തുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് കാര്യമായിട്ട് നമുക്ക് മനസ്സിൽ പറഞ്ഞു ഒന്ന് നമ്മളെ മനസ്സിലെ വിചാരം അതനുസരിച്ചുള്ള സംസാരം. ഇത് നമുക്കിപ്പോ രണ്ട് മലക്കുകൾ നമ്മളെ വലഭാഗത്തും ഇടഭാഗത്തും രണ്ടാളുണ്ട്. ഇപ്പൊ അധികം എഴുതാൻ കിട്ടുന്നതായിരിക്കാം. നേര് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചായിട്ട് അധികം എഴുതലാരാ? വലത്തെ ഭാഗത്താളോ ഇടഭാഗത്താളോ? ഇടത്തെ ഭാഗത്താളോ. എന്നാ ഒരു കാര്യം ചെയ്യാം, മൂപ്പർക്ക് ഒരു വിശ്രമം കൊടുക്കല്ലേ നമ്മൾ അല്ലേ? മൂപ്പര് നമ്മളൊപ്പം നിൽക്കലും ദുആയൊക്കെ ആയിട്ട് ഒപ്പം നിൽക്കട്ടെ. എഴുതാനുള്ളതൊക്കെ ആരെ എഴുതിക്കോളും? വലഭാഗത്ത് ആള് എഴുതിക്കോളും. അള്ളാഹു അവതാക്കണം. അതിനാണ് ഇനിയിപ്പോ നമ്മൾ കുറച്ച് കാര്യം ഞാൻ പറയണം. നമ്മൾ കൂടെ പോകാൻ വേണ്ടി തീരുമാനിച്ചാൽ സ്നേഹമുള്ളവരോടാണ് വേഗം ദേഷ്യം വരും അല്ലേ? നമുക്ക് വേഗം സംസാരത്തിൽ ദേഷ്യം വരിക ആരോടാ? അധികം സ്നേഹമുള്ളവരോട് അല്ലേ? ബാപ്പ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കൽ ആരോടാ? മക്കളോട് അല്ലേ? മാപ്പിള ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടല ആരോടാ? നിങ്ങൾ പറയാതെ നിന്നിട്ട് കാര്യമല്ല. ഓരോട് ചോദിച്ചാൽ വേഗം പറയപ്പത്. നമ്മളീ പെണ്ണുങ്ങളൊക്കെ നമ്മളെ സഹിച്ച് നിൽക്കണ്ടല്ലോ. പഠിച്ചോനെ ഇവൾക്ക് നീ ഹൈറ് കൊടുക്കണേ അല്ല. ഇപ്പൊ ഇന്നൊക്കെ എന്റെ പെണ്ണുങ്ങൾ സഹിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ എന്റെ സ്ഥിതി. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹമുള്ളവരോട് വേഗം ദേഷ്യം വരും. നമ്മളെ മക്കളോട് പെട്ടെന്ന് ദേഷ്യം. മക്കൾക്കും അങ്ങനെ തന്നെയാണ്. മക്കൾ അധികം ദേഷ്യം പിടിച്ചാലും പറയലൊക്കെ ആരോടാ? ഉമ്മാനോട്. ചില ഉമ്മാര് പറയും ഓരോ ചങ്ങായിമാരോടൊക്കെ അവന് നല്ല സ്വഭാവം, അഞ്ഞോടാണോ അവന് ദേഷ്യം? നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, സ്നേഹം ഉണ്ടാവുമ്പോ എന്തെങ്കിലും വേണ്ടാത്ത കാണുമ്പോ വേഗം എന്താവും? ദേഷ്യം വരും. അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഇറങ്ങണതിന്റെ മുമ്പ് തന്നെ ആ പെട്ടെന്നുള്ള ദേഷ്യം വിഷയമൊക്കെ ഉണ്ടല്ലോ, അത് ഇവിടെ തന്നെ വെക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ആ ഡോക്ടറോട് ഗുളിക വാങ്ങുന്ന സമയത്ത് ഒന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ട്, അതിൻ്റെ ഒരു ഗുളികയും കൂടി വാങ്ങിക്കോളി. അപ്പൊ അതൊക്കെ ഇവിടെ തന്നെ കുടിച്ചിട്ട് അതൊക്കെ ഇവിടെ തന്നെ വെക്കാൻ. ദേഷ്യം വളരെ പ്രധാനമാണ്. ദേഷ്യം മതിയാണ്. നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്കൊരു വസിയത്ത് പറഞ്ഞു. ആ സ്വഹാബിയോട് റസൂലുള്ളാഹി കൊടുത്ത വസിയത്ത് എന്താ? ലാ തഗ്ളബ്, നീ ആരോടും ദേഷ്യപ്പെടരുതേ. എന്താ ദേഷ്യത്തിന്റെ പ്രശ്നം? അൽ ഗളബു മിന ശൈത്താൻ. ഇപ്പൊ നമ്മൾ ശൈത്താനാണ്. ദേഷ്യം പിടിച്ചപ്പോ നമ്മൾ ആരാ? ശൈത്താനായിട്ട് നിൽക്കപ്പോ ബാപ്പാന്റെ സീറ്റിൽ അല്ലാത്ത വർത്താനം പറയും, ഭർത്താവ് ഭർത്താവിന്റെ പോസ്റ്റിൽ നിന്ന് അല്ലാതെ പറയും, ഭാര്യന്റെ ഒരു സ്റ്റാൻഡിൽ നിന്ന് അല്ലാതെ സംസാരിക്കും, ഒരു ഉസ്താദ് ശിഷ്യന്മാരോട് ഉസ്താദ് അല്ലാതെ. കാരണം ഇപ്പൊ സംസാരിക്കുന്നൊക്കെ ആരാ? ശൈത്താനാണ്. ബാപ്പ മകനാണ് ചീത്ത പറഞ്ഞു. ചീത്ത പറയാനൊക്കെ ബാപ്പക്ക് പറ്റും, പക്ഷെ ഓവറാക്കാൻ പറ്റും. ബാപ്പ മകനോട് പറഞ്ഞു ചീത്ത പറഞ്ഞ കൊടുത്ത ഇജ്ജിന്റെ മകനല്ലടാ. അത് കുട്ടിക്ക് സഹിക്കാൻ കഴിയില്ല. ഓൻ വേ ഔത്തുകാരി ഓന്റെ ഫാനും കുപ്പായൊക്കെ എടുത്ത് ബാഗിലാക്കിയിട്ട് മുറ്റത്ത് ഇറങ്ങിയിട്ട് വന്നാൽ പിന്നെ മിച്ചം മതുക്കാൻ ഞാൻ പോട്ടെ. ഇത് ഞാൻ കഥ പറയണതല്ല. ആ പോക്ക് ഓൻ പോയിട്ട് 43 കൊല്ലായി. ഓന്റെ ജ്യേഷ്ഠന്റെ മൂസബാക്കവി എന്നിട്ട് മൂലാരിന്റെ ഒപ്പം പഠിച്ചിരുന്ന ആൾ. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴും ചോദിച്ചു അനുജനെ പറ്റി വല്ല വിവരം ഉണ്ടോ? അന്നാണ് പോയതാണ് ഉസ്താദെ, ഒരു വിവരമില്ല. പിന്നെ ഒരു മദ്രാസ് തെരഞ്ഞുപോയി, ഊട്ടി തെരഞ്ഞുപോയി, വിജയവാഡ ഉണ്ട് എന്നിട്ട് അവളെ തെരഞ്ഞുപോയി. കാരണം ചില സമയത്ത് കിട്ടുന്ന വാക്ക് മറ്റവന്റെ കൽബിൽ അത്ര അധികം. മാപ്പിളയും പെണ്ണുങ്ങളും തമ്മിൽ തെറ്റി. ഇപ്പൊ ഈ പെണ്ണിന് മാപ്പിളെ വിചാരിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അങ്ങനത്തെ വാക്ക് കേൾക്കുമ്പോ മനസ്സിലുണ്ട് അറപ്പ് വരും, മനസ്സിലാണ്ട് അറപ്പ് വരും. പിന്നെ ആര് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവും. നാവ് സൂക്ഷിക്കണം. ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. നമുക്ക് പെട്ടെന്ന് വരുന്ന സംഗതിയാണ് ദേഷ്യം. ആണോ അല്ലേ? അറ്റൊന്നും ഉണ്ടോന്നില്ലല്ലോ. അജയന്മാരനെയാണ് എല്ലാവരും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമോ? വരൂല. ഒറ്റ ദേഷ്യം മതി കിണറ്റ് ചാടാൻ. പോരെ? ദേഷ്യം ഇങ്ങനെ ഒറ്റ ദേഷ്യം മതി എവിടെ ചാടാൻ? കിണറ്റ് ചാടാൻ. 25 കോലായുള്ള കിണറ്റിക്ക് ഒറ്റ ദേഷ്യം മിനിറ്റ് കൊണ്ട് എത്തി വെച്ചില്ലേ? ഇനി അവിടുന്ന് കേറാൻ എത്ര ദേഷ്യം വേണ്ടി വരും? ഒന്ന് നോക്കാൻ. ഒറ്റ ദേശത്തിൽ എവിടെ എത്തി? കിണറ്റിലെത്തി. ഇനി അവിടെ നിന്ന് ഒരു 100 ദേശം പിടിച്ചോക്കാണെങ്കിൽ കയറാൻ കഴിയും? അതെന്നെ പറഞ്ഞു. ഒറ്റ വാക്കോട്ട് വാപ്പ അല്ലാതെ ആകുന്ന രീതിയിൽ, ഭാര്യ അല്ലാതെ ആകുന്ന രീതിയിൽ, ഉസ്താദ് അല്ലാതെ ആകുന്ന രീതിയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു വർഷം ഹജ്ജിന് പോയ കൂട്ടത്തിൽ ഒരു വല്യപ്പണ്ട് മൂപ്പര് ഇവിടുന്ന് തന്നെ ഈ അഞ്ചരത്തുള്ളമായിട്ടുള്ള ഈ ഫോണ് മാത്രമേ ഉള്ളൂ. ഇതിലിങ്ങനെ ഇയാൾ ഇടക്കിടക്ക് സംസാരിക്കും. ഞാൻ കുറെയൊക്കെ ഇയാളോട് പറഞ്ഞു നോക്കി.
പിന്നെ പ്രായമുള്ള ആൾക്കാരോട് അധികം പറയാൻ പറ്റില്ല. അധികം പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോ എഹ്റാമിലുണ്ട് പ്രായമുള്ള ആൾക്കാർ, എഹ്റാമിൽ തുണി എടുത്തിട്ട് മടക്കുത്തിരിക്കണം. നമ്മളൊരു കൽപ്പിച്ചൂട്ടിയല്ല എന്താണ്, നമുക്ക് തുണി എടുത്താലപ്പോ ഏത് വരും, ഒരു മടക്കുത്തൽ വരും. അപ്പൊ വല്യപ്പാനോട് അതേ എവിടെ നിങ്ങൾ മടക്കുത്തിക്കണതൊന്നും പാടില്ല, ഒരിക്കൽ മൂപ്പര് കഴിച്ചിട്ട് രണ്ടാമത് മൂപ്പരോട് പറഞ്ഞു നോക്കുമ്പോ കണ്ണും മൂറൊക്കെ കൊണല്ലാതെ എന്നെ പഠിപ്പിച്ചാൽ നിൽക്കണ്ടെന്നുള്ള രീതിയിലാണ് മൂപ്പരെ നോട്ടത്തിന്റെ രീതി. പിന്നെ ഹിക്കുമ്പത്തിൽ പിന്നെ മൂപ്പര് മടക്കുത്തിയെ കണ്ടാൽ മെല്ലെ എരുത്തിക്കൂടെ പോയി ഞാൻ മെല്ലെ മടക്കുത്താൻ കഴിച്ചിട്ട് കൊടുക്കലാണ്. അപ്പോ കാരണം ഇതൊക്കെ ഈ പ്രായമുള്ള വല്യപ്പാരും വല്യമാരും ഒക്കെ കൽപ്പിച്ച് പരിചയമുള്ളവരാണ്. ഇങ്ങോട്ട് കേട്ട് പരിചയം. നമ്മളെ പേരക്കുട്ടികളും മരുക്കളും നമ്മളോട് ഇങ്ങോട്ട് പറയില്ലോ, ഞായക്കേട് പറഞ്ഞാലും ഇങ്ങോട്ട് പറയില്ല. അപ്പൊ ഞമ്മക്ക് ഇങ്ങോട്ട് കേട്ട് പരിചയം. ഇതിൽ കുറച്ച് നിങ്ങൾ ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും. അള്ളാഹു ക്ഷമ തരട്ടെ. ഇതൊക്കെ പാടെ കേട്ട് നോക്കുമ്പോ പോണോ? എന്താണ് ഇനി ഞാൻ ഇതിന്റെ അവസാനത്തിൽ ഏത് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കൂടെ അയാൾ കിട്ടുന്ന പ്രതിഫലം പറയണം. അപ്പൊ നമുക്ക് പോണോ പോണ്ടേന്ന് തീരുമാനാക്കാം. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നാണ് ദേഷ്യപ്പെട്ടു. അപ്പൊ വേറൊരു സംഗതി ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഭാര്യനോട് ദേഷ്യപ്പെട്ടു, ആരെന്നെ കേൾക്കുള്ളൂ? ആരെ കേൾക്കുള്ളൂ? നമ്മളെ കുട്ടികൾ തന്നെ കേൾക്കുള്ളൂ. അപ്പൊ സാധാരണ പറയണ തന്നെയാണ്. എന്നാളൊരു മുതലാളി പിന്നെ പണിക്കാരനെ ചീത്ത പറഞ്ഞപ്പോ മോനോട് പറഞ്ഞു, എടാ എന്റെ മുതലാളിനെ കണ്ടീന് ഞാൻ. എന്നിട്ടോ അമുക്കിന്റെ വിവരം എന്താന്ന് ചോദിച്ചിരിക്കണ. അമുക്ക് എന്ന് പറഞ്ഞില്ലേ, ഞാൻ മൂപ്പർക്ക് നല്ല സ്വഭാവം. അപ്പൊ മൂപ്പര് സാധാരണ ഒരു നല്ല സ്വഭാവത്തിലാകുമ്പോഴാണ് അങ്ങനത്തെ ഒക്കെ പറയല്. അപ്പൊ പിന്നെ കുറച്ച് മോശമാകുമ്പോ മൂപ്പര് സാധാരണ പറയുന്നത് ഏതേക്കാരം. അപ്പൊ ചില ആളുകൾക്ക് പോലെ സംസാരത്തിൽ തന്നെ ഇത്തരം ചീത്ത വാക്കുകളൊക്കെ ചേർന്നിട്ടുണ്ട്. ഓൽക്കത് ചീത്തയാണെന്നുള്ള പേര് അത് തന്നെയല്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് അല്ലാഹുവേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ. പടച്ചോനെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇബാദത്ത് അത് ഞങ്ങൾക്ക് നീ നന്നാക്കി തരണേ അല്ലാഹ്. അപ്പൊ ഇരിക്കണം. എന്നാ ഞാൻ പോകല്ലേ, നിങ്ങൾ വലിയ ബാഗ് വാങ്ങിയോ? ഇല്ലേ, ചെറുത് വാങ്ങി. ഒരു കാര്യം കണ്ട ഇത് ചെറുതും ഇത് വലുതുമാണ് എന്ന് തോന്നുന്ന രീതിയിൽ വാങ്ങാം. ചില ആൾക്കാരൊക്കെ നോക്കിയാൽ ഏതാ ചെറുത് ഏതാ വലുത് എന്ന് മനസ്സിലാവില്ല. മുമ്പ് ഏതോ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും അയാളെ മകൻ ഏതാ വാപ്പ ഏതാന്ന് കണ്ടാത്തിരിയില്ല. അങ്ങനത്തെ കണ്ട് തടിയന്മാരുണ്ട്. എന്നമാതിരി രണ്ട് ബാഗും ഒരേ വലിയ ബാഗ് തന്നെ. വലിയ ബാഗിൽ സാധനം വെക്കുമ്പോ ദേശം വരാതിരിക്കാനുള്ള ഒന്ന് തുടങ്ങാട്ടോ. നമുക്ക് നല്ല ആൾക്കാണ് പോയി വരല്ലേ. നിങ്ങളൊരു കുഴങ്ങിയ മാതിരി ഒന്നിച്ചെന്നാണ് നിങ്ങൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ഉഷാറിലാണ് പോണം. ഞാൻ എൻ്റെ ചെറിയ പെങ്ങളെ വീട്ടിൽ കല്യാണം 2 മണിക്ക് പുതിയാപ്പിള വരുമ്പോഴത്തേന് ഞാൻ വരാറുണ്ട് കഴിച്ചിലായതാവും. അപ്പോ അള്ളാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പോകാൻ ഒരുക്കുന്ന സാധന സാമഗ്രികൾ ഇങ്ങനെ വാങ്ങുമ്പോ ഈ ബാഗിൽ നമ്മൾ സാധനം നിറക്കുമ്പോ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറെ ദേഷ്യം ഒഴിവാക്കും. ഞാൻ വെക്കട്ടെ നിങ്ങളോട്. നമ്മളെ സാധനങ്ങൾ ഒന്നായിട്ട് ബാഗിലുണ്ട്. ഒന്നായിട്ട് ബാഗിൽ എന്തൊക്കെ ഉണ്ട്? തൊപ്പിണ്ട്, ടവലുണ്ട്, ജഡ്ഡിയുണ്ട്, ബനിയനുണ്ട്, ഒക്കെ ഈ ബാഗിലുണ്ട്. അർജന്റായിട്ട് ഒരു ബൈക്ക് പോകാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി നോക്കിയാൽ എങ്ങനെ തെരഞ്ഞാലും ഷെഡി തെരഞ്ഞാൽ ബനിയനെ കിട്ടുള്ളൂ, ബനിയൻ തെരഞ്ഞാൽ തൊപ്പി കിട്ടും. കുറച്ചേരം ഇങ്ങനെ തെരയുമ്പോത്തിന് നമുക്ക് മറ്റേ വരുവോ വരൂലേ? നിങ്ങളുള്ളത് പറഞ്ഞാൽ മതി. വരുമെങ്കിൽ വരും എന്നറിയാം, ഇല്ലെങ്കിൽ വരൂലേ? അപ്പൊ പിന്നെ നമ്മൾ ആരാ പറയാ, അതെ എന്റെ അടുത്ത് ഈ ബാഗ് തരുമ്പോ തന്നെ എനിക്കറിയാം. ആരോട്? പെണ്ണുങ്ങളോട്. അപ്പൊ പെണ്ണുങ്ങളാണ് വെച്ചാല് വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഓളെ ഇങ്ങോട്ട് പറയില്ല. എന്തുകൊണ്ട്? കുട്ടിക്ക് ചേലയിക്കണേ നമ്മളെ പറച്ചില്. ഓള് ഇങ്ങോട്ട് പറയും. ഇപ്പൊ നോക്കുമ്പോ ഓളപ്പം 4 പെണ്ണുങ്ങളുണ്ട്. ഓളാ നല്ല മട്ടത്തിൽ ഇങ്ങനെ ഒരു ദർജയിൽ നിൽക്കുകയാണ്. അയക്കാണ് നിങ്ങളെ ഈ മേത്തേക്കെടുക്കല്. അപ്പൊ ചിലപ്പോ പെണ്ണുങ്ങളെന്ന് അറിയാതെ ഇങ്ങോട്ടും പറഞ്ഞു എന്ന് വരും. ഇജ്ജ് പണ്ടെന്നെ എങ്ങനെയാണ്? നിങ്ങളൊറ്റ പണ്ട് വല്ല ഗുണമുണ്ടോ തിരിച്ചു ചോദിച്ചാൽ കുടുങ്ങിയ തന്നെ. പടച്ചോനെ നിങ്ങൾ 2 കുട്ടി നീ കാക്കണേ അല്ലാഹ്. നിങ്ങൾ നല്ലൊരു ആമീൻ പറഞ്ഞാണ്.
നമ്മൾ പോകാൻ നിൽക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഓരും നമ്മൾ അങ്ങോട്ടും പറയാൻ വിചാരിച്ചതല്ല, ഓരും ഇങ്ങോട്ടും എന്തല്ല പറയാൻ വിചാരിച്ചതല്ല. അപ്പൊ ആ 3-4 പെണ്ണുങ്ങളും പുറത്ത് കേട്ടിക്കണവരും ഉണ്ടല്ലോ. നമ്മളൊപ്പം ഒരു മാപ്പിളയും പെണ്ണുങ്ങളും ഉണ്ട്. എങ്ങനെ ഒരേറ്റ് ഒത്തുപോകാന്ന് അറിയില്ല കേട്ടോ. നമ്മളെ പറ്റിയിട്ട് ഒരു ശ്രദ്ധ വേറെ തന്നെ വന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒപ്പം നിൽക്കി. നമ്മളെ ബാഗിൽ സാധനം വെക്കൽ, തുണി കുപ്പായാണ് വെക്കാൻ, ഒരു പുരുഷൻ വെക്കാൻ. അപ്പോനെ ഞാൻ വെക്കണ സമയത്ത് നമ്മൾ ശരിക്കും തുണി, ബനിയൻ, ജഡ്ഡി, കുപ്പായം, തൊപ്പി, ഒരു ടവല് പതിവുണ്ടെങ്കിൽ അത് ഇതൊക്കെ കൂടെ കൂടിയിട്ട് ഒറ്റ കെട്ട്, അതൊരു കെട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാഗിൽ. രണ്ടാമത്തത് ഇതേപോലെ തുണി, ബനിയൻ, കുപ്പായം, തൊപ്പി ഇതൊക്കെ കൂടെ ഒരു കെട്ട്. രണ്ടാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു പെണ്ണ് അവളെ കാലിന് ധരിക്കണ ഷോർട്സ്, അവളെ പാന്റ്, അടിവസ്ത്രങ്ങൾ, പർദ്ദ, മുഖമക്കന എല്ലാം ഒക്കെ ഒന്നിച്ച് ഒരു സെറ്റ്, അതൊരു ബാഗ്. അതേമാതിരി രണ്ടാമത്തത് ഇങ്ങനെ വേറെ വേറെ വെച്ചിട്ട് പർദ്ദ, മക്കന, അടിവസ്ത്രങ്ങൾ, പാന്റ്, ഷോർട്സ് ഒക്കെ ഒരു കെട്ട്. ഇങ്ങനെ കെട്ടായിട്ട് ഇങ്ങനെ വെച്ചാൽ എന്താള്ള ഗുണം? ഒരു ബൈക്ക് പോകുക എന്ന് പറയുമ്പോ എന്നാ പോകല്ലേ, പെട്ടെന്ന് ഒരു കെട്ടിന്റെ അടുത്ത് അതിൽ ഷോർട്സും ഉണ്ടാകും, അതിൽ തൊപ്പി ഉണ്ടാകും, അതിലെല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് ഏതാ നല്ലത്? ആദ്യത്തേതോ ഒപ്പത്തതോ? നമ്മളിതൊക്കെ പാടെ തീക്കാൻ ഇട്ടേക്കാണ്. ഇത് എങ്ങനെ ഭാര്യയാരും കിട്ടൂല. മമ്മദൂരാരെ കുറിപ്പ് മാതിരിയാണ്. അതിലൊക്കെ ഉണ്ട് തരം, ഞാൻ ഒന്നും കിട്ടലില്ല എന്ന് മാത്രം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ കുറിപ്പാത്തുണ്ടാക്കിയിട്ട് കാര്യമല്ലല്ലോ. അപ്പൊ നമ്മളെ ബാഗിൽ സാധനം വെക്കുമ്പോ തന്നെ ഒന്ന് ക്ലിയർ ആക്കുക. ഒന്ന് രണ്ട് കഴിവതും നല്ലത് നമ്മളെ ബാഗിൽ വെച്ച സാധനങ്ങളൊക്കെ നമ്മളെടുത്തൊരു ഉറപ്പുണ്ടാകാം. ഇന്നതും ഒക്കെ ബാഗിലുണ്ട്. പറ്റുമെങ്കിൽ ഒരു കടലാസിൽ എഴുതിക്കോളി എന്തൊക്കെയാ വെച്ചിക്കണത്. കാരണം എന്താ അറിയാം, അവിടെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഓർമ്മയാവും. മക്കനെ കാണാനല്ലോ ഒന്ന് വെച്ചിക്കണത്. ഇതിൽ ഞാൻ വെച്ചിക്കണ ഉറപ്പാണ്. ഇപ്പൊ കാണുന്നുണ്ടോ? കാണില്ല. ഹജ്ജിന് വന്നതാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു പെണ്ണ് ഇവിടെ കുറെ നേരം നിന്നീനി. നമ്മള് മക്കനെ വെച്ചിട്ട് തന്നെയല്ല, ഇവിടെ നാട്ടിലാണ്. ഈ മക്കനെ കുറഞ്ഞതിനെ പറ്റി നമുക്ക് ആരെ പറ്റി വിചാരം വരികയാണ്? ബാഗിന്റെ അടുത്ത് ഒരാൾ നിന്നീനും. ഈ വേണ്ടാത്ത വിചാരം ഹറമിൽ വെച്ച് വന്നാൽ വലിയ തെറ്റാണ് എന്നുള്ള ഓർമ്മകൾക്കുണ്ടോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മള് ശ്രദ്ധിക്കണം. അതാ. അപ്പൊ ഇതൊന്നും വരാതിരിക്കാൻ നമ്മളെ ബാഗിൽ എന്തൊക്കെയാണുള്ളത്? വസ്ത്രത്തിന്റെ ജോഡി 5 ജോഡി ഡ്രസ്സ്, 3 ജോഡി ഇഹ്റാമിന്റെ ഡ്രസ്സ്. പുരുഷന്മാർക്ക് എത്ര കൂട്ടിക്കോളിങ്ങൾ? ഒരു 3 ജോഡി ഇഹ്റാമിന്റെ ഡ്രസ്സ്. അൽഹംദുലില്ലാഹ് 3 ജോഡി ഇഹ്റാമിന്റെ ഡ്രസ്സ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വേറെ വേറെ റെഡിയാക്കി വെച്ചാൽ ഒരിക്കലും കൂട്ടക്കലമ്പൽ വരില്ല. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ ക്ലിയർ ആക്കി വെക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമ്മൾ വിമാനത്തിലും മറ്റൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങാണ്. നമുക്ക് സാധാരണ പരിചയമുള്ള ഒരു യാത്ര അല്ല. ഇതിന് ഞങ്ങളോട് മലപ്പുറത്തു നിന്നൊക്കെ ക്ലാസ്സിന് കൂടി ഒരു കേട്ടിട്ടുണ്ടാവും. എന്താണ്? അറിയുന്നവർ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ആദ്യമാണ് ചെയ്യട്ടെ എന്നല്ല. അറിയുന്നവർ എപ്പോഴും അറിയാത്തവർക്ക് ഒരു സഹായമായി, അറിയാത്തവർക്ക് ഒരു ഒത്താശയായി, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവർക്ക് ഒരു സഹായമായി. ആ സഹായമായിട്ട് പോകുമ്പോൾ ഒരു കാര്യം, ഞമ്മക്ക് പല യാത്ര അറിയില്ല. ഈ വിമാനത്തിലെ യാത്രയിൽ എന്തെന്നറിയാം. നമ്മൾ പ്രായമുള്ള ആൾക്കാരും കൂടി ആവുമ്പോൾ നമ്മൾ വിമാനത്തിൽ എയർപോർട്ടിൽ ചെന്നു, നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇഹ്റാമൊക്കെ ചെയ്ത് ഒക്കെ ക്ലിയറായി. ഒരു ചെറിയ ബാഗ് നമ്മളെ കഴുത്തിലുണ്ടാവും. വലിയ ബാഗ് അതായത് ലഗേജിൽ പോയി. വലിയ ബാഗിലുള്ളതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട. ചെറിയ ബാഗിൽ എന്തൊക്കെയാണുള്ളത്? ചെറിയ ബാഗിൽ വലിയ ബാഗ് പൂട്ടിയിട്ടുള്ള ചാവി, പിന്നെ നമ്മളെ തസ്ബീഹ്മാല, പിന്നെ നമ്മളെ ദിക്റിന്റെ ചെറിയ കിതാബ്, ദിക്റിന്റെ ചെറിയ ഏടുകൾ വാങ്ങിക്കണം. ആ ചെറിയ ഏട് അത് നിർബന്ധമായിട്ട് മാടണം. വലുത് നിങ്ങളെത്തില്ലെങ്കിലും മാടില്ല. ചെറുതും 2 എണ്ണം ഉണ്ടാകലും നല്ലതാണ്. എന്തുകൊണ്ട്? ഒന്ന് അഥവാ എവിടെയെങ്കിലും വെച്ച് മറന്നാലും ഒന്ന് എന്ന രീതിയിൽ 2 എണ്ണം ചെറുത് നല്ലതാണ്. പിന്നെ പെണ്ണുങ്ങൾക്കും മാപ്പിളക്കും കൂടി ഒന്ന് വാങ്ങി ബാക്കിയിൽ തരം കാട്ടണ്ട. ഓളെടുത്ത് വേറെ ഇങ്ങളെടുത്ത് വേറെ നിന്നോട്ടെ. അപ്പൊ ആ ചെറിയ ബാഗിൽ നമ്മളെ തസ്ബീഹ്മാല, അതേപോലെ തന്നെ നമ്മളെ ചെറിയ കിതാബ്, പിന്നെ നമ്മൾ വഴിയിലൊക്കെ വെച്ച് കുടിക്കേണ്ട വല്ല ഗുളിക മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത്, ഇങ്ങനത്തെ അത്യാവശ്യമുള്ളത് മാത്രം. പിന്നെ നമ്മളെ പാസ്പോർട്ടും കാര്യമൊക്കെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ എവിടെ ഉള്ളത്? നെഞ്ഞത്തുള്ള ബാഗ്. ഒരു കാര്യം നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താൻ, ബേജാറിന്റെ കൊടികുത്തൽ എപ്പോഴാന്ന് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ചില ആൾക്കാർ എമിഗ്രേഷൻ സ്ക്രീനിങ്ങിന്റെ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ചെറിയ ബാഗ് അവിടെ ഇട്ട് കൊടുക്കണം.
നമ്മൾ ചെറിയ ബാഗ് അവിടെ ഇട്ട് കൊടുക്കണം. അവിടെ ഇട്ടുങ്ങാണ്ട് ബാഗൊക്കെ പാടാ സ്ക്രീനിൽ ഇങ്ങനെ കൂടാ വരികയാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, അത് എടുക്കാതെ പോയി അവിടെ ഇട്ട് കൊടുത്തത് മറന്നുങ്ങാണ്ടി നമ്മൾ പോയി. വേറെ ചിലവര് ഇഞ്ചതാണോ അല്ലാത്തതാണോ നോക്കാതെ കിട്ടിയ ബാഗ് കൊടുത്തു. ഇത് നമ്മളെ നെഞ്ഞത്ത് വെച്ച ചെറിയ ബാഗ് ഉണ്ട്, നെഞ്ഞത്തുള്ളത് രണ്ടും പ്രധാനമാണ്. ഒന്ന് നെഞ്ഞത്തുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമയാണ്, അത് വിടാൻ പറ്റും, അതുകൊണ്ട് ആഖിറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ നെഞ്ഞത്തുള്ള ബാഗിൽ പാസ്പോർട്ടാണ്, അതില്ലാഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒന്ന് ദുനിയാവിലെ യാത്രക്കും ഒന്ന് ആഖിറത്തിലെ യാത്രക്കുമാണ്. നെഞ്ഞത്തുള്ളത് രണ്ടും മറക്കാതെ കൊണ്ടുനടക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അവിടെ പോയിട്ട് മുത്തവീഫിന്റെ അടുത്തൊരു കാർഡും നമ്മളെ ഇവിടുന്ന് കൊടുത്തൊരു കാർഡും പെണ്ണുങ്ങൾ വന്നുങ്ങാണ്ട് പറഞ്ഞു എന്റെ നെഞ്ഞത്ത് രണ്ടും പോയി. അപ്പൊ നമ്മളെന്താ അങ്ങനെ പോകാതെ വെച്ച് നോക്കാന്നല്ലാതെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ യാത്രയിൽ അങ്ങനത്തെ സംഗതികളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആ സാധനങ്ങളൊക്കെ എടുത്ത് വിമാനത്തിനും മറ്റുമൊക്കെ നമ്മൾ കുറച്ചൊരു അന്തം എല്ലാവർക്കും മാറും. പിന്നെ നമ്മൾ പറ്റ ചീപ്പായി പോണ ചില രംഗങ്ങളുണ്ട് എയർപോർട്ടിലും വിമാനത്തിലും ഒക്കെ. അതേതെന്നറിയ അതൊന്നും നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റൂല. എന്താണിത്? നമ്മൾ തുപ്പാൻ വിചാരിച്ച അപ്പൊ തുപ്പും. എവിടെയാ നോക്കുക? നമുക്ക് കാർക്കറ്റ് ചിലരൊക്കെ എന്ത് ചെയ്യും, ചിലരൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ കാർക്കറ്റൊക്കെ തുപ്പാനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാണ് മെല്ലെ എരപ്പത്തരം ചെയ്യരുതേ. മറ്റൊന്ന് ഒതുകൊടുത്ത് നിസ്കരിക്കാൻ എയർപോർട്ടിൽ സൗകര്യം. അവിടെ നിസ്കരിക്കണ സ്ഥലത്ത് സ്ത്രീകൾ നിസ്കരിക്കുന്നിടത്ത് ഒതു കൊടുക്കാൻ കരിപ്പൂരിൽ 8 ടാപ്പ് ഉണ്ട്. അവിടെ ഒതു കൊടുക്കാൻ പുരുഷന്മാര് നിസ്കരിക്കുന്നിടത്ത് ഒതു കൊടുക്കാൻ 12 ടാപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ട് ഒതു കൊടുക്കാൻ സ്ഥലം. ഇത് നമ്മൾ എന്ത് ചെയ്യും, ബാത്റൂമിൽ പോയിട്ട് കിട്ടിയ വെള്ളം കൊണ്ട് അവിടെ ഒതുകൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ ബാത്റൂമിലെ പൈപ്പ് കൊണ്ട് എന്തും കഴുകും, കാലും കഴുകും. എന്നിട്ട് ആ വെള്ളം എവിടേക്കും കണ്ട് ഒഴുകി വരും, പുറത്തേക്കും കണ്ട് ഒഴുകി വരും. ഒരു 10-50 ആജിമാര് കാല് കഴുകിയിട്ട് ആ വെള്ളമൊക്കെ പാടെ ഇതിരണ്ട് ഒഴിച്ചിട്ട് അപ്പോഴൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ട് ഓരോന്ന് പറയുമ്പോൾ നമ്മള് വളരെ ചൂളിപ്പോകും. നമ്മൾ വളരെ അധികം ചെറുതായി പോവുകയാണ് അവരെ മുന്നിൽ. ഇതിപ്പോ നിങ്ങളല്ലല്ലോ ചെയ്തത്, പക്ഷെ ഇനി പോകുമ്പോ ചെയ്യാനുള്ളത് നിങ്ങളാണ്. അപ്പൊ അതാ പറഞ്ഞത്, ഇന്നാൾ പോയവരാണ് ഇപ്പൊ അന്ന് ചെയ്തത്. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അപ്പൊ ഓരോന്ന് ചെയ്യേണ്ടോടത്തേ ചെയ്യാം. ചിലപ്പോ നമ്മള് വിമാനത്തിൽ നമുക്ക് ഒതുകൊടുക്കണം, ശരി തന്നെയാണ്. പക്ഷെ സ്ഥലങ്ങൾ നോക്കണ്ടേ. അപ്പോ ഇത്തരം സ്ഥലങ്ങളിലുള്ള നമ്മളെ ഉപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു മാന്യത കാത്തും കൊണ്ട് എപ്പോഴും വേണം. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ കൂടെ നമ്മൾ എവിടെ എത്തി? മക്കത്തെത്തി. ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തിൽ അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങൾ ഉംറ ചെയ്തില്ല? എന്നാള് ഉംറ ചെയ്തില്ല, ഇപ്പൊ ഹജ്ജും ചെയ്തില്ല. ഇപ്പൊ എന്താ പണി? രണ്ടും ചെയ്ത്. മദീനത്ത് പോയിട്ടില്ല, അറഫി പോയില്ലേ, മിനി പോയി, കല്ല് പൊറുക്കി എന്നിട്ട് കിട്ടിയില്ലേ? എത്ര കല്ല് കിട്ടി? എത്ര കല്ല് കിട്ടി? കിട്ടിയിട്ടില്ലേ? കല്ല് പൊറുക്കിയ ഉസ്താദിന്റെ 7 പൊറുക്കിയിട്ടുള്ളൂ. 7 അവിടുന്ന് എടുത്താൽ മതി, ബാക്കിയുള്ളത് എവിടുന്ന് എടുക്കാം. പക്ഷെ ഇപ്പൊ മുഴുവൻ അവിടുന്ന് തന്നെ എടുക്കാൻ നല്ലത്. ഇപ്പൊ മുഴുവനും എവിടുന്ന് തന്നെ എടുക്കാൻ നല്ലത്? അവിടുന്ന് തന്നെ എടുക്കാണ് നല്ലത്. ഈ ഭൂമികളൊക്കെ നമ്മൾ മനസ്സിലാക്കണേ, ഈ പുണ്യ ഭൂമിയിലൊക്കെ നമ്മൾ എത്തിയിട്ട് അൽഹംദുലില്ലാഹ് ഹറം ഷരീഫിന്റെ അതിർത്തിക്കാണ്ട് എത്തുന്നതോട് കൂടെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ നമ്മളെന്നെ ആകെ മാറിയിട്ട് ഹറമിന്റെ അതിർത്തിയിൽ ആ ഗേറ്റിങ്ങനെ ഹജ്ജ് എഴുതിയിരിക്കുന്ന ആ ഗേറ്റിങ്ങനാണ് കാണുന്നതോട് കൂടെ നമ്മളാകെ മാറി. നമ്മളിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് വല്ലാത്ത ഒരു ലബ്ബൈക് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാഹുവിന്റെ സസ്യലതാദികൾ, പക്ഷി പറവകൾ, മണൽത്തരികൾ, അതേപോലെ തന്നെ സമുദ്രജീവികൾ വ്യത്യാസമില്ലാതെ എല്ലാവരും നമ്മോടൊപ്പം നിൽക്കുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ ഞാൻ ഇതാ വരുന്നു. അപ്പൊ മലക്കുകൾ, 2 മലക്കുകൾ നമ്മളൊപ്പമുണ്ട്. ഇങ്ങനെ മറ്റ് നമ്മൾക്ക് യാത്രയ്ക്ക് അനുഗമിക്കാൻ അള്ളാഹു നിശ്ചയിച്ച പ്രത്യേക മലക്കുകളുണ്ട്. ആ മലക്കുകൾ പറയും ലബ്ബൈക് വസഅദൈക്, വേഗത്തിൽ വന്നോ, സൽക്കാരത്തിൽ
നിസ്കാരത്തിലേക്ക് വന്നോ. രണ്ടാമത് നമ്മൾ പറഞ്ഞു ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. മലക്കുകൾ പറയും ലബ്ബൈക വസഅദൈക്, വേഗത്തിൽ വന്നോ, വിജയത്തിലേക്ക് വന്നോ. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അല്ലാഹുവേ, ഞാൻ ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു. നിന്നെ മാത്രം വിശ്വസിച്ച്, നിന്നെ മാത്രം വിചാരിച്ച്, നിന്നിൽ മാത്രം തവക്കുലാക്കി, നിന്നെ മാത്രം അവലംബിച്ച് ഇതാ ഇതാ ഇതാ. അപ്പൊ മലക്കുകൾ പറയും വേഗം 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 വന്നോ, സൽക്കാരത്തിലേക്ക് വന്നോ, വിജയത്തിലേക്ക് വന്നോ. ആ ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അങ്ങനെയാണ് നമ്മൾ മക്കത്തേക്ക് എത്തുന്നത്, അങ്ങനെയാണ് നമ്മൾ ഹറമക്ക് എത്തുന്നത്. ആ ഒരു വിചാരം നമുക്ക് വേണം. അപ്പോ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള മലക്കുകളും മറ്റു റഹ്മത്തിന്റെ മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബുകളായ മലക്കുകൾ, മലായിക്കത്തിന്റെ ഒരു അകമ്പടി, ഓരോന്നിന്റെ ബഹുമാനത്തിനനുസരിച്ച് മലക്കുകളെ അയക്കും അല്ലാഹു തആല. ഒരിക്കൽ റസൂലുള്ള മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ ആകാശത്ത് നിന്ന് പെട്ടെന്നൊരു വാതിൽ തുറന്നു. ആ വാതിൽ തുറന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് ഇറങ്ങി. അപ്പുറത്തൊരു വാതിൽ, ഇപ്പുറത്തൊരു വാതിൽ, അപ്പുറത്തൊരു വാതിൽ, പടപടപടാ വാതിൽ തുറന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ ഭൂമിക്ക് അയക്കാത്ത കുറെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഒരുപാട് പുതിയ മലക്കുകൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ റസൂലുള്ള അത്ഭുതപ്പെട്ട് ചോദിച്ചു, അല്ല ജിബ്രീലെ, എന്താണാവോ ഈ മലക്കുകൾ? അപ്പോഴാണ് പറയുന്നത് അല്ലാഹ് നബിയേ, ഖുർആനിലും തൗറാത്തിലും ഇഞ്ചീലിലും 100 ഏടുകളിലും എല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ അഅ്ളം, അസ്സബ്ഉൽ മസാനി, അല്ലാഹു തആല ഏറ്റവും രാജവചനമായ ഫാത്തിഹ സൂറത്ത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് എന്നെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഫാത്തിഹയുടെ ബഹുമാനാർത്ഥം അല്ലാഹു അയച്ച മലക്കുകളാണ് നബിയേ. കണ്ടോ നിങ്ങൾ? അല്ലാഹു തആല തന്നെ ഓരോ സംഗതി അതിന്റെ ബഹുമാനം കാത്തു സൂക്ഷിച്ച് കാണിച്ചു തന്നുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥലം, സന്ദർഭം ഒക്കെ അല്ലാഹ് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട് ഏതാണ്? ആ പ്രദേശം മാ ബൈന ലാബതൈഹ, മദീന ഹറം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മദീനയെ പറ്റി പറഞ്ഞു കൊടുത്ത ഒരു ഗൗരവമുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? നിങ്ങൾ മദീനയിലൂടെ നടക്കുമ്പോ ചിലപ്പോ മഴ പെയ്ത് ചില സ്ഥലത്ത് ചളിയായി നിൽക്കുക, ചില സ്ഥലത്ത് ചളിയായി നിൽക്കുക, ചില സ്ഥലത്ത് വെള്ളം ഇങ്ങനെ ഒരു കുജില് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ ആ ചളിയിലാണ് ചവിട്ടിപ്പോയി, നമ്മൾ അറിയാതെ ആ ചളിയിൽ ചവിട്ടിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ആ കുണ്ടിലാണ് കാല് ആയിങ്ങാണ്ട് കാലുമരാകെ ചെരുപ്പും കേടന്ന് ഷോക്സും കേടന്ന് ഒക്കെ ആയിപ്പോയി. ഇതൊക്കെ അപ്പൊ സ്വാഭാവികമാണ്. നിങ്ങൾ മദീനയിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ പോലും മദീനത്തെ മണ്ണിനെ നിങ്ങൾ ദേശപ്പെട്ട കണ്ണുകൊണ്ട് നോക്കരുതേ. മദീനത്തെ മണ്ണിനെ വെറുപ്പുള്ള മുഖത്തോടു കൂടെ നിങ്ങൾ നോക്കരുതേ. മദീനത്തെ മണ്ണുക്ക് എങ്ങനെ നോക്കരുത്? വെറുപ്പുള്ള മുഖത്തോടു കൂടെ മദീനത്തെ മണ്ണിലേക്ക് നോക്കരുത്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1.25 ലക്ഷം സ്വഹാബാക്കൾ മദീനയിൽ താമസിക്കുമ്പോൾ സ്വഹാബാക്കളുടെ കണ്ണുനീര് പുരളാത്ത, സ്വഹാബാക്കളെ കണ്ണുനീര് കലരാത്ത ഒരു മണൽ തരി മദീന ഹറമിലില്ല. അതുകൊണ്ടാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ മദീനയിലൂടെ നടക്കുമ്പോൾ കാലിൽ ചെരുപ്പ് ധരിച്ചില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ മഖാമിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ധാരാളം ആ മതിലിന്റെ മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ കാല് കെട്ടിയിട്ട് ആ കാലുമേൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്തിനാണ് ആ വെള്ളം? അത് പക്ഷികൾക്ക് കുടിക്കാനാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ദിവസവും വൈകുന്നേരം ആയാൽ പക്ഷികൾ രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും, തിരിച്ചു വരുന്ന പക്ഷികൾ വൈകുന്നേരം ഇങ്ങനെ വരുമ്പോ റിഫായി ശൈഖ് തങ്ങൾ നോക്കി നിൽക്കും. ആനന്ദത്തിൽ സന്തോഷത്തിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ടാ നോക്കണത്. എന്താണ് മൂപ്പര് പറയുന്നത്? ഈ പക്ഷികൾ ദൂരെ പറന്നു പോയിട്ട് തിരിച്ചു വരുമ്പോ അവര് മദീനത്ത് കൂടെയാണ് വരുന്നത്. ആ പക്ഷികൾ മുത്തുനബിന്റെ പച്ച കുബ്ബ കണ്ടിട്ടുണ്ടാകുമല്ലോ.
ദൂരെ യാത്ര ചെയ്ത് പറക്കുമ്പോൾ ആ പക്ഷികൾ മദീനയിൽ വിശ്രമിച്ചപ്പോൾ ആ മദീനയിലെ മണൽത്തരി ആ പക്ഷിയുടെ കാലിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ വെള്ളം കുടിക്കാൻ വേണ്ടി അവർ വന്നാൽ മദീനയിലെ ഒരു മണൽത്തരി നമ്മുടെ നാട്ടിൽ വീണാൽ നമ്മുടെ നാട് രക്ഷപ്പെടുമല്ലോ. എന്താണ് മഹാന്മാരൊക്കെ പറയുന്നതും ചിന്തിച്ചത്. ഞമ്മക്ക് അടുത്ത കാലത്ത് കഴിഞ്ഞ ആഷിഖുർ റസൂലാണ് കുണ്ടൂർ ഉസ്താദ്. അള്ളാഹു ദർജ വർദ്ധിപ്പിക്കണം. കുണ്ടൂർ ഉസ്താദ് നമ്മളൊക്കെ ഹജ്ജിന് പോന്നിട്ട് മദീനത്തെ ഹറമിന്റെ കുറച്ച് മുമ്പ് അന്ന് ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തും. ചെക്ക് പോസ്റ്റ് വണ്ടി നിർത്തിയിട്ട് പിന്നെ ഉസ്താദ് ആ ചെക്ക് പോസ്റ്റ് വണ്ടി നിർത്തി മദീന അതിർത്തിയിലെത്തി. ഇപ്പൊ ചെക്ക് പോസ്റ്റ് ഉസ്താദ് അവിടെ ഇരുന്നിട്ട് ഒരു വിരിപ്പും വിരിച്ചിട്ട് കരയന്നെ ഉമർഖാലി തങ്ങളെ ബെയ്ത്ത് ഇങ്ങനെ ചൊല്ലും. എന്നിട്ട് കരയും. വേറെ മൂപ്പരുണ്ടാക്കിയ ബെയ്ത്തിന്റെ അത് ചൊല്ലും. എന്നിട്ട് അങ്ങനെ കരയും. പടച്ചോനെ, ഉസ്താദിനെ നമ്മൾ വിഷമിച്ചു പോയി. ഉസ്താദ് മദീനത്തേക്കാണ് കടക്കണില്ല. ഞാൻ എങ്ങനെ അങ്ങോട്ട് പോരാ? മുത്തുനബിന്റെ ഒരു സമ്മതം കിട്ടണ്ടേ? റസൂലുള്ളാഹിന്റെ ഒരു സമ്മതം ഇല്ലാതെ അങ്ങോട്ട് കടക്കാൻ പറ്റുമോ? ഞമ്മക്കൊക്കെ മദീനത്ത് പോകാൻ പറ്റുമോ? നമ്മളൊക്കെ പാപികളല്ലേ? ബഹുമാനപ്പെട്ടവർ കരയാണ്. എത്ര മഹാന്മാരെ ചരിത്രത്തിലാണ് നമുക്ക് കാണുന്നത്. നമ്മള് കൂളായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തേക്ക് ചെറുതും വലുതും ഉണ്ടല്ലേ, അവിടെ കൊടുത്തോട്ടെ, ഇവിടെ ആണെന്നില്ല എല്ലാം കണ്ടേ. ഇത് AP ഉസ്താദിന്റെ മലയാളത്തിലുള്ള ഹജ്ജ് കിതാബ് വലുത്, അതിന്റെ ഒപ്പം മലയാളത്തിലുള്ള ചെറിയ കിതാബ് ചെറുത്. രണ്ടും ഈ കുട്ടി ഇവിടെ കൊണ്ടുവന്നിക്കണം. നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ബുക്ക് ഇങ്ങോട്ടും ഫ്രീ ആണ്, പൈസ അങ്ങോട്ടും ഫ്രീ ആണ്. അപ്പൊ പിന്നെ നമുക്ക് രണ്ടു കൂട്ടർക്കും എന്തായി സന്തോഷമായല്ലോ. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ബുക്ക് രണ്ടും വാങ്ങും. വയസ്സുള്ള അമ്മമാരൊക്കെ എന്താക്കുക, വാങ്ങിയിട്ട് പേരെ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച മനസ്സിലായോ? കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി. കുട്ടികളോട് പറയുന്ന ഉച്ചക്ക് നെയ്ച്ചോറ് വെക്കാച്ചി എനിക്കത് വായിച്ചോണ്ടാന്ന് പറയും. ഏതായാലും നെയ്ച്ചോറാണ്, ഓനപ്പം അറിഞ്ഞാൽ മതിയാലും. അപ്പൊ അങ്ങനെ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞ് കമ്പം പിടിപ്പിച്ചാണ് ഇവിടെ പാടാ. അതിനോടല്ല ഇത് വായിച്ചാൻ പറഞ്ഞതാണ്. ഒറ്റനും പാടുണ്ടാവില്ല. അതിലാണ് പോയിട്ടുണ്ടാവും. ഇപ്പത്തെ കുട്ടികളുണ്ടല്ലോ, ഇവിടെ വാടാ അവിടെ പോടാന്നൊന്നും പറഞ്ഞാണ് നന്നാകുമെന്ന് ആരും വിചാരിക്കണ്ട. കയ്യിനോടത്തോളം നമ്മൾ എന്താക്കുക, മോനെ എന്നൊക്കെ വിളിച്ചിങ്ങാണ്ട് നല്ലോണം ഒപ്പിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മള് നല്ല നിരക്ക് കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് നെയ്ച്ചോറ് തരണ്ട്, ഇന്ന് കോഴി നറുക്കുന്നുണ്ട്, എനിക്ക് കുറക് തരണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ചിക്കൻ്റെ ഒരു പീസ് എനിക്ക് അധികം തരാം എന്നൊക്കെ പറഞ്ഞാണ്ട് കുട്ടികളെങ്ങനെ റെഡിയാക്കി നിർത്താം. മനസ്സിലായോ? എന്നെങ്കിലേ പറ്റുള്ളൂ. അറിയാതെ എന്നിട്ട് ഇപ്പൊ കാര്യമല്ല. മദ്രസയിൽ ഉസ്താദ് വന്ന് ക്ലാസ് എടുത്ത് ഖിയാമത്ത് പാഠം നടത്തും. ഉസ്താദാണ് തുടങ്ങിയ ഖിയാമത്ത് നാളിനെ പറ്റിയിട്ട്. ഖിയാമത്ത് നാളിന്റെ മുമ്പ് ദജ്ജാല് വരും, അല്ലാഹു റബ്ബി ദാബത്തുല്ലാർന്ന് വരും. ഖിയാമത്ത് നാളിന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും, മലകളൊക്കെ പൊടിയാകും. ഇതൊക്കെ പറഞ്ഞപ്പോ ഒരു കുട്ടി നീച്ചെന്ന് കണ്ടു ചോദിച്ചു, ഉസ്താദെ അന്ന് മദ്രസ ഉണ്ടാകുമോ? അതാണ് കുട്ടികള്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചോടത്തൊന്നും പേടിച്ച മക്കളല്ല. കുട്ടികളൊപ്പം നിർത്തിയിട്ട് സന്തോഷിച്ചിട്ട് വലിയ ബുക്ക് കൊടുക്കുക, ഇന്ന് വായിക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ മദീന ഹറമക്കാൻ പോകുമ്പോ മദീനയിലേക്ക് പുറപ്പെടുന്ന ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോകണം. ആ സ്വലാത്ത് സലാം യാത്രയിൽ ഏറ്റവും നല്ലത് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. ഒന്ന് ചൊല്ലിയോക്കാൻ. അസ്സലാത്തു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. അങ്ങനെ ചൊല്ലിക്കൊണ്ട് പോവുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ, അല്ലാഹുവിന്റെ എല്ലാ സ്വലാത്തും സലാമും അങ്ങൾക്കുണ്ടാവട്ടെ. പുന്നാര നബിയോട് നമ്മൾ പറയാണ്, പാപിയായ സാധുവായ ഈ കേരളക്കരയിൽ നിന്ന് വരുന്ന ഫാത്തിമ അല്ലെങ്കിൽ ആമിന അല്ലെങ്കിൽ മുഹമ്മദ് അലി, മുത്ത് നബിയെ, ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങൾ സിദ്ദീഖ് തങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങൾ ആയിഷ ബീവിനെ കണ്ടിട്ടില്ല, ഞങ്ങൾ ഫാത്തിമ ബീവിനെ കണ്ടിട്ടില്ല, അവരെ കണ്ടവരെ കണ്ടിട്ടില്ല. വളരെ പാപികളും സാധുക്കളുമായ ഞങ്ങൾ ഇതാ വരുന്നു. പക്ഷേ
ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഉമ്മയുടെ കൂടെ നിന്നുകൊണ്ട്, ചെറിയ പ്രായത്തിൽ വാപ്പയുടെ കൂടെ നിന്നുകൊണ്ട്, ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ നാട്ടിലെ മഹ്ദറത്തുൽ ബദരിയൊക്കെ പോയിട്ട്, ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടിലെ ദിക്ർ മജ്ലിസിൽ കൂടിയിട്ട്, ചെറിയ പ്രായത്തിൽ തന്നെ വഅദ് കേൾക്കാൻ പോയിട്ട്, അവിടെയൊക്കെ ആലിമീങ്ങൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഇതിങ്ങനെ കേട്ട് കേട്ട് ഞങ്ങളെ നാവിൽ അത് പഠിച്ചു വെച്ചിട്ട് ഞങ്ങളെ കൽബും നാവും എത്ര പ്രാവശ്യമാണ് ആ സ്വലാത്ത് സലാം ചൊല്ലിയത്. ഇപ്പൊ ആ സ്വലാത്ത് സലാം മുത്തുനബിന്റെ നേർക്ക് നേരെ ചൊല്ലാൻ ഞങ്ങൾ ഇതാ വരുന്നു. ഞങ്ങളെ കൈവിടല്ലേ, ഞങ്ങളെ കൈവിടല്ലേ. വല്ലാത്തൊരു സംഗതിയാണ് മദീനത്തേക്ക് പോകുമ്പോ. അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ ദൂരെ ദൂരെ മദീനയിലെ മലകൾ കാണാൻ തുടങ്ങി, മദീനയിലെ ഈത്തപ്പന തോട്ടങ്ങൾ കാണാൻ തുടങ്ങി. അപ്പൊ നമ്മൾ സ്വലാത്ത് ഇങ്ങനെ കൂടി വരണം, സ്വലാത്ത് ഇങ്ങനെ കൂടി വരണം. ഈ യാത്രയിൽ ബസ്സിലൊക്കെ കയറിയിട്ടും ആവശ്യമില്ലാത്ത സംസാരം ബാക്കിയുള്ളത്. ഞാൻ ഇനി അതിലേക്ക് മടങ്ങി അതെന്നെ പറഞ്ഞാൽ തീരൂല, അതിലേക്ക് ഞാൻ പോണില്ല. ഒന്ന് നല്ലോണം ശ്രദ്ധിക്കും, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട്. അതാണ് എപ്പോഴും കൂടെ ഇരിക്കുന്ന ആള് നമ്മൾ ഇബാദത്തിന് പ്രേരിപ്പിക്കുന്ന ആളാകണം എന്ന് പറഞ്ഞു. അതാ കൂടെ ഇരിക്കുന്ന ആള് എപ്പോഴും ഭാര്യയും ഭർത്താവും. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഫാമിലി റൂം കിട്ടുമെന്നാണ്. ഒരു സാധാരണത്തെ ഒരു യാത്ര വിചാരം ചോദിക്കണതാണ് ഫാമിലി റൂം കിട്ടുക. ഫാമിലി റൂം കിട്ടലല്ല. അതിനൊക്കെ ഫാമിലി റൂമിൽ നമ്മൾ താമസിച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് ചെല്ലണേ. അതൊക്കെ അപ്പൊ ഭർത്താവിനെ കാണാൻ ഭാര്യ ഓളാണ് ഉറങ്ങാൻ നടന്ന ആള് ഉറങ്ങന്നെ. വിളിച്ചു നോക്കുമ്പോ ചെമ്മീൻ ചുട്ടമാതിരി പിന്നെ അങ്ങോട്ട് ചുരുട്ടി അടക്കല്ലാതെ ഇങ്ങോട്ട് നീരുന്നില്ല. അതൊക്കെ അതങ്ങനെയാണ്. അതേ സമയത്ത് മറ്റൊരു 4 പെണ്ണുങ്ങളെ കൂട്ടത്തിൽ താമസിക്കുകയാണ് വെച്ചാൽ ഓലെ കൂട്ടത്തിൽ നല്ല ദിക്റ് എല്ലുന്നവര്, നല്ല സ്വലാത്ത് എല്ലുന്നവര്, മറ്റോരെന്താ വിചാരിക്കാൻ വിചാരിച്ചിട്ടെങ്കിലും നമ്മൾ വേഗത്തിൽ എഴുന്നേറ്റ് വേഗത്തിൽ കുളിച്ച് ഒരുങ്ങി അല്ലാഹു റബ്ബി. നമ്മൾ ഇഹ്റാമിലൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ബസ്സിൽ നമ്മൾ പറയും പെണ്ണുങ്ങളൊക്കെ ഒരു സീറ്റ്, നിങ്ങളുണ്ട് ഭാര്യ, ഇയാളുണ്ട് ഭാര്യ, നിങ്ങൾ രണ്ടാളും ഒരു സീറ്റ്, പെണ്ണുങ്ങൾ രണ്ടാളും 2 സീറ്റ്. അതാണ് ഏറ്റവും നല്ല യാത്ര. അപ്പോ നമ്മൾ ഈ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോ മറ്റ് വിഷയങ്ങളൊക്കെ വിട്ടിട്ട് മദീനക്ക് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി, ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് ഇങ്ങനെയാണ് ചൊല്ലുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു പ്രത്യേകം നിശ്ചയിച്ച മലക്കളുണ്ട്, നിങ്ങളെ അമലുകൾ എന്ന് ഒരു ഹദീസിൽ പറഞ്ഞപ്പോൾ നിങ്ങളെ സ്വലാത്ത് സലാം എന്നെ കേൾപ്പിക്കാൻ അല്ലാഹു തആല പ്രത്യേകം മലായികത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആര് സ്വലാത്ത് സലാം ചൊല്ലിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സലാം മടക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, എന്നെ കൈവിടല്ലേ നബിയേ. നബി തങ്ങൾ അത് കേൾക്കുന്നുണ്ട്, നബി തങ്ങൾ അതിന് മറുപടി നൽകുന്നുണ്ട്, നബി തങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ പോയി മദീന പള്ളിയുടെ മുനാരങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോഴേക്ക് നമ്മുടെ സ്വലാത്ത് ഇങ്ങനെ ഉറപ്പാണ്. മദീനത്തെ പള്ളിന്റെ മുനാരം ദൂരെന്ന് ഇങ്ങനെ കാണുമ്പോഴേക്ക് ബസ്സിലൊക്കെ കൊച്ചു കുട്ടികളെ മാതിരിയാവും എല്ലാവരും. അതിപ്പോ പറയേണ്ടതില്ല, അത് അവിടെ അനുഭവിച്ചറിയേണ്ടത്. ബസ്സിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികളെ മാതിരി എല്ലാവരും ഏങ്ങി കരയാൻ തുടങ്ങി. അത്ര കാലമായി നമ്മൾ കേട്ട മദീന, അത്ര കാലമായി നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ഇപ്പൊ മുത്തുനബിന്റെ അടുത്ത് നേർക്ക് നേരെ പോയി ചെല്ലാൻ നമുക്ക് അവസരം കിട്ടുകയാണ്. അല്ലാ നീ ആവതാക്കണേ, അല്ലാ നീ ആവതാക്കണേ, അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളി വിശാലമായ പള്ളി. ആ പള്ളിയുടെ പരിസരത്ത് നമ്മൾ എത്തി. നമ്മുടെ റൂമിൽ ചെന്ന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേഗം റൂമിൽ വെച്ചിട്ട്, റൂം എവിടെ, സീറ്റ് എവിടെ, മറ്റതെവിടെ, ഇതൊക്കെ പാടിങ്ങനെ നോക്കി നിൽക്കലില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു വിധത്തിലൊക്കെ അവിടെ ഉണ്ടാവും. ഇനിയിപ്പോ നമ്മൾ കുറെ ദേശം പിടിച്ച് വിചാരിച്ചിട്ട് പുതിയത് ഉണ്ടാവും, അവിടെ ഉണ്ടാവും. നമ്മൾ ബസ് കയറി, നമുക്ക് പോകാൻ അരമണിക്കൂർ വൈകിക്കണം, അരമണിക്കൂർ വൈകിക്കണം. നമ്മൾ ബസ് കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ വേഗം എത്തുമോ? ബസ്സിന്റെ വേഗത്തിൽ പോയിട്ട് അവിടെ എത്തുള്ളൂ. നമ്മളിപ്പോ ടെൻഷൻ എടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ അച്ചടക്കത്തിലിരിക്കുക, എന്നിട്ടോ വേഗം എത്താനുള്ള നിക്കറൊക്കെ അങ്ങനെ ചെയ്യും.
അല്ലാതെ നമ്മൾ ഇതിന്റെ അടിയിൽ കൂടെ നടന്നിട്ടെന്താ കാര്യം? നമ്മൾ മദീനത്തെത്തി സാധനങ്ങളൊക്കെ ഒന്ന് അടക്കി ഒതുക്കി അവിടെ വെച്ചു. ഇൻഷാ അല്ലാഹ് അപ്പൊ കുടിക്കേണ്ട ഒരു വെള്ളമോ അപ്പൊ കഴിക്കേണ്ട ഒരു ഭക്ഷണമോ ഒക്കെ ആ ബിൽഡിംഗുകാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേ വെള്ളം കുടിക്കണ നേരാണെന്ന് വെച്ചാൽ വെള്ളം, ചായ കുടിക്കണ നേരാണെങ്കിൽ ചായ, എന്താ കിട്ടിയത് എന്ന് വെച്ചാൽ കിട്ടിയത് കുടിക്കാം. പിന്നെ ഈ യാത്രയിൽ ഞാൻ ആജിമാരോട് പറയാറുണ്ട്, ഇതിൽ രണ്ട് വപ്പാണ്. ഇതില് രണ്ട് വപ്പാണ്. എന്താ രണ്ട് വപ്പ്? കിട്ടിയാ കിട്ടിയെന്ന് വെക്കുക, ഇല്ലെങ്കിൽ ഇല്ലാതെ വെക്കുക. കിട്ടിയാല് കിട്ടിയെന്ന് വെക്കുക, ഇല്ലെങ്കിലോ ഇല്ലാന്ന് വെക്കുക. അപ്പൊ സമാധാനമായി. അപ്പൊ ഇല്ലാത്തതിനെ പറ്റി കിട്ടിയിട്ടില്ല എന്നുള്ള വെപ്പുണ്ടോ? ഇല്ല. കിട്ടിയാ കിട്ടിയെന്ന് വെക്കുക, ഇല്ലെങ്കിൽ ഇല്ലാന്ന് വെക്കുക. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കൂടി ചെയ്യണ സംഗതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചെന്നോടുമ്പോ അതൊക്കെ അവിടെ ഉണ്ടാവും. ചെന്ന് സാധനങ്ങളൊക്കെ അതിൽ ക്ലിയർ ആക്കി വെച്ച് ഇൻഷാ അല്ലാഹ് ഇലാ ഹദറത്തി റസൂലില്ലാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളിയിലേക്ക് പോകുമ്പോ സ്ത്രീകളൊന്ന് മനസ്സിലാക്കണം. മക്കത്തെ ഹറമിലേക്ക് പോകുമ്പോ മാപ്പിളയും പെണ്ണുങ്ങളും ഒപ്പാണ് പോയത്. രണ്ടാളും കൂടി മത്താഫിലേക്ക് ഒപ്പാണ് കടന്നത്. രണ്ടാളും ഒപ്പാണ് തവാഫ് ചെയ്തത്. അത് എവിടെ നടക്കൂല? അത് മദീനത്ത് നടക്കൂല. മദീനത്തെ പള്ളിന്റെ ആ മുറ്റത്തേക്കാണ് ചെന്നാൽ ഒരു പ്രത്യേക സ്ഥലത്തങ്ങോട്ടെത്തി. അല്ലാഹു റബ്ബി, മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് കയറുന്ന വാതില് വേറെ, പുരുഷന്മാർക്ക് കയറുന്ന വാതില് വേറെ, രണ്ടും രണ്ട് സ്ഥലത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഒരുമിച്ച് പോവുക. പ്രത്യേകിച്ച് സർക്കാർ രാജ്യമാര് ശ്രദ്ധിക്കുക, ഒരുമിച്ച് പോവുക. എന്നിട്ട് പെണ്ണുങ്ങൾ കയറുന്ന സ്ഥലം കണ്ടുവെക്കുക. ആണുങ്ങൾ അവിടെ സ്ഥലം അടയാളപ്പെടുത്തുമ്പോൾ ഡോറും ഒരു വലിയ നമ്പർ ഉണ്ട്. ആ നമ്പർ അവിടെ ചുമരുമ്പരും എത്ര നമ്പറിലാണ് കയറിയിരിക്കണത് എന്ന് നമ്മളവിടെ കണ്ടുവെക്കാം. അപ്പൊ നമ്മളിങ്ങനെ നോക്കി എത്ര നമ്പർ? 37 അല്ലേ? 37-ാം നമ്പറിലാണ് കയറിയത്. കേറുന്ന പെണ്ണുങ്ങളും ഒന്ന് നോക്കി വെക്കുക, എത്ര നമ്പർ വാതിലാണ് ഇന്നെ കയറ്റി വിട്ടത്? 37. അപ്പോ നമ്മൾ ഓലങ്ങോട്ട് കയറിപ്പോയാൽ പുരുഷന്മാർ പുറത്തു കൂടെ. പുരുഷന്മാർ കയറിയ സ്ഥലം പെണ്ണുങ്ങൾ നോക്കണ്ട, പെണ്ണുങ്ങൾ കയറിയ സ്ഥലം ആര് കണ്ടാൽ മതി? പുരുഷന്മാർ കണ്ടാൽ മതി. പിന്നെ ഇപ്പൊ മദീനത്തെ ഹറമിൽ പുതിയ പരിഷ്കരണം വരും, പുതിയ രീതി വരും. അപ്പോ നേരത്തെ പോലെ അല്ല. ഹറമിന്റെ ഉള്ളിൽ ഒരു യാത്രയിൽ ചെന്ന ആളുകൾക്ക് ഒരു പ്രാവശ്യം റൗള ശരീഫ് കിട്ടുന്ന സംവിധാനമുണ്ട്, തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ. എങ്ങനെയാണത്? അത് നമ്മളെ ഹാജിമാർക്കൊക്കെ പ്രത്യേകം നമ്മളെ വാട്സപ്പിൽ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമുക്ക് മദീനത്ത് ചെന്നിട്ട് ആ ആപ്പ് പ്രകാരം ബുക്ക് ചെയ്ത് വെക്കാം. ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിൽ വരും കവർ നമ്പർ. നിങ്ങൾ എത്രയാ കവർ നമ്പർ? എത്രയാണെങ്കിലും കവർ നമ്പർ 156W. അത് പ്രകാരം നമ്മൾ ആപ്പിൽ വരും. 4 ആളുകൾ. നിങ്ങൾ റൗളയിലേക്ക് പോകാൻ വേണ്ടി വരേണ്ട ടൈം രാത്രി 12:30 മുതൽ 1 മണി. രാത്രി 12:30 മുതൽ 1 മണി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 11 മണിക്ക് അവിടെ ഹാജരാണ്. ഒരു 11 മണിക്ക് ഹാജരായിട്ട് വരിയിൽ നിൽക്കാൻ തുടങ്ങാം. വരിയിൽ നിൽക്കാം. അപ്പൊ ആ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇരുത്തി, അവിടുന്ന് നമ്മളപ്പുറത്തേക്ക് ഇരുത്തി, അവിടുന്ന് ഇപ്പുറത്തേക്ക് ഇരുത്തി, അവിടുന്ന് ഇപ്പുറത്തേക്ക് ഇരുത്തി. ഈ ഭാഗത്ത് പുരുഷന്മാരെ ഇരുത്തും, ആ ഭാഗത്ത് സ്ത്രീകളെ ഇരുത്തും. സ്ത്രീകളെ ഭാഗത്ത് അവര് പോയി ഇരിക്കണം, പുരുഷന്മാരെ ഭാഗത്ത് പുരുഷന്മാർ പോയി ഇരിക്കണം. അങ്ങനെ നമ്മളെങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇരുത്തി നമ്മളൊരു 4ാമത്തെ സ്റ്റെപ്പ് കണ്ട് എത്തുമ്പോൾ നമുക്ക് എത്ര സമയം കിട്ടി? 12:30. 4ാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോ 12 മണിയായി. ഇങ്ങനത്തെ ഇത്തരം നമ്മളെയാണ് ഉള്ളിലേക്ക് വിടുന്നത്. ആ സമയത്ത് നമ്മൾ ഉള്ളിലേക്കാണ് ചെന്നാൽ മദീന റൗളന്റെ ഉള്ളിൽ ഉദാഹരണത്തിന് ഒരു 4 സംഘം, ഒരു 400 ആള് അല്ലെങ്കിൽ ഒരു 600 ആള്, ആ ആളുകൾക്ക് അരമണിക്കൂർ സമയം സുഖമായിട്ട് അവിടെ ഇരിക്കാം. സ്ത്രീകൾക്കും അതെ, പുരുഷന്മാർക്കും അതെ. പിന്നെ സ്ത്രീകൾ അവിടെ തിരക്ക് കൂടുന്നത് എന്താണെന്ന്, സ്ത്രീകൾക്ക് അച്ചടക്കാറില്ല, ഇവർക്ക് ബേജാറ് കൂടും. അപ്പൊ ആവശ്യമില്ലാതെ ഒരു പെണ്ണ് മറ്റുപോലെ തിരക്കിയിട്ടും കുന്തിയിട്ടും വെറുതെ വർത്താനം ഉണ്ടാക്കിയിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന റൗള ശരീഫിൽ നമ്മുടെ ഒരു വാക്ക് ഉയരാൻ പാടില്ല, നമ്മുടെ ഒരു ശബ്ദം കൂടാൻ പാടില്ല. വല്ലാത്ത സംഗതിയുള്ള ബഹുമാനമുള്ള സ്ഥലമാണ്. യാ റബ്ബ് യാ റബ്ബ് പ്രകൃതിയ ഉറക്കെ സംസാരിക്കുന്ന ഒരു സ്വഹാബി പുറത്തിറങ്ങിയില്ല. അദ്ദേഹം മദീനത്ത് വീടടച്ചിരുന്നു. ജമാഅത്ത് നിസ്കാരത്തിന് പോലും അദ്ദേഹത്തെ കണ്ടില്ല. നബി തങ്ങൾ ആളെ അന്വേഷിച്ച് പറഞ്ഞയച്ചപ്പോൾ, നബിയെ എന്റെ ശബ്ദം കുറച്ച് വലിയ ശബ്ദമാണ്, റസൂലുള്ളാഹിന്റെ അടുത്ത് അധികം ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ച് അകത്തിരിക്കുകയാണ് നബിയേ.
അതാണ് സ്ഥലം. അതുകൊണ്ട് മറ്റാരെങ്കിലും ഒക്കെ ശബ്ദിക്കും വർത്താനം പറയും ചെയ്യുമ്പോ നമ്മൾ അതിൽ കൂടാനല്ല നിൽക്കേണ്ടത്. നമ്മൾ മെല്ലെ വർത്താനം പറയല്ലേ. അല്ലാഹു അക്ബർ. മദീനത്തെ പള്ളിന്റെ അവിടെ സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയ സമയം പുരുഷന്മാർ ആ സമയത്ത് ഒരു അരമണിക്കൂർ ഇപ്പോൾ തർത്തീബ് അനുസരിച്ചുള്ള സുഖം തരും. ആ അരമണിക്കൂറിൽ തിക്കും തിരക്കും ഒന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ടിരിക്കാം. മദീനത്തെ ഹറമിലേക്കാണ് കയറുമ്പോൾ സ്ത്രീയും പുരുഷനും ശ്രദ്ധിക്കാം. ആ വാതിലാണ് കടക്കുമ്പോ നമ്മൾ വലത്തെ കാലാണ് ഉള്ളിലേക്ക് വെച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികനി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിക്ക് സലാം പറഞ്ഞുകൊണ്ട് മാത്രമേ ഏത് സമയത്ത് മദീനത്തെ പള്ളിക്ക് കടക്കുമ്പോഴും പോകാവൂ. മദീനത്തെ പള്ളിയിലേക്ക് എപ്പോ കടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വുളുവോട് കൂടെ പള്ളിക്കകത്ത് കയറിയിട്ട് സലാം ചൊല്ലിക്കൊണ്ട് കടക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ സ്ത്രീകളെ ഭാഗത്തുനിന്ന് ആ പള്ളിൻ്റെ ഉള്ളിൽ കയറിയ പെണ്ണുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു 20 ലക്ഷം ആളുകൾ ഒരുമിച്ച് നിസ്കരിക്കുന്ന പള്ളിയാണ് ഇപ്പൊ നമ്മൾ പറയണത്. നമ്മളെ ഈ ദാറുൽ പള്ളിയല്ല, നമ്മളെ മഹല്ല് പള്ളിയല്ല. 20 ലക്ഷം ആളുകൾ ഒറ്റ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന പള്ളിന്റെ കഥയാണ് നമ്മൾ പറയണത്. അപ്പൊ നമ്മൾ കേറിയ വാതിക്കന്ന് റൗളിലേക്ക് എത്തുമ്പോഴേക്ക് നല്ലോണം നടക്കാനുണ്ട്. സ്ത്രീകളെ ഭാഗത്തുനിന്ന് അവർ സലാത്ത് ചൊല്ലി ഇങ്ങനെ വരിക, കുറച്ച് അവിടെ ഇരുത്തും, അവിടുന്ന് എഴുന്നേറ്റ് തൊട്ടിപ്പുറത്തേക്ക് എത്തും, അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് എത്തും. അപ്പോഴൊക്കെ സലാത്ത് ഇങ്ങനെ ചെല്ലി റൗളന്റെ അകത്ത് സ്ത്രീകൾക്ക് ഇപ്പോൾ റൗളയുടെ പകുതി ഭാഗം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ത്രീകളൊക്കെ എത്തും. റസൂലുള്ളാഹി നിസ്കരിച്ച മെഹ്റാബ് നിങ്ങൾ കാണും. നബി തങ്ങൾ ഖുതുബ ഓതിയ മിമ്പർ നിങ്ങൾ കാണും. ആ മിമ്പറിന്റെയും മെഹ്റാബിന്റെയും എടുത്ത് അവിടെ ഒരു ഉയർന്ന ചെറിയൊരു സ്റ്റേജ് പള്ളിന്റെ ഉള്ളിൽ കാണാം. ഒരു സ്റ്റേജ്, അത് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് നിൽക്കാനുള്ളതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ച സ്ഥലമാണ്. അത് നിങ്ങൾ കാണും. നിങ്ങളിപ്പോ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, ഖിബലക്ക് മുന്നിട്ട് പള്ളിയിൽ ഇരിക്കുമ്പോ നമ്മളെ ഇടഭാഗത്ത് റസൂലുള്ളാഹിന്റെ മെഹ്റാബ്, ഇടഭാഗത്ത് റസൂലുള്ളാഹിന്റെ മിമ്പർ, ഇടഭാഗത്ത് ബാങ്ക് കൊടുക്കുന്ന സ്ഥലം, വലഭാഗത്ത് ഇങ്ങനെ റൂം, അതിന്റെ ഉള്ളിലാണ് റസൂലുള്ളാഹി, അതിന്റെ ഉള്ളിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരൊക്കെ കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കണ ഈ സ്ഥലത്ത് നിന്നിട്ട് ഒന്ന് മേപ്പോട്ട് നോക്കാൻ, നിങ്ങൾ ഇരിക്കണ സ്ഥലത്ത് നിന്ന് മേപ്പോട്ട് നോക്കാൻ, ആ തൂണുമലൊക്കെ എഴുത്തുണ്ടാവും. അടിയിന്ന് ഒരു പകുതി ഭാഗം വരെ നല്ല വണ്ണത്തിൽ വെളുത്ത മാർബിൾ പതിച്ചിട്ട്, ആ വെളുത്ത മാർബിൾ ഞാൻ പിന്നെ അങ്ങോട്ട് മേലോട്ട് കുറച്ച് വണ്ണം കുറഞ്ഞിട്ട് അങ്ങനെ മേലെ ആ ബാർബ് പോയി മുട്ടണീന്റെ അവിടെ ഇങ്ങനെ പച്ച എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ തൂണുകളും പ്രത്യേകതയുള്ള ഉസ്തുവാനത്തു ആയിഷത്തു റളിയല്ലാഹു അൻഹ, ഉസ്തുവാനത്തു സരീർ, ഉസ്തുവാനത്തു അബൂ ലുബാബ, ഉസ്തുവാനത്തു തൗബ. ഓരോ തൂണവിടെ ഏതാണത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വിശ്രമിച്ചിരുന്ന സ്ഥലം, നബി തങ്ങൾ ദർസ് ചൊല്ലി കൊടുത്തിരുന്ന സ്ഥലം, നബി തങ്ങളിലേക്ക് ആളുകൾ വരുമ്പോൾ അവരുമായി കാര്യങ്ങൾ ദീൻ പരിചയപ്പെടുത്തി കൊടുത്തിരുന്ന സ്ഥലം. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സ്വഹാബി തൗബ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞപ്പോൾ തൗബന്റെ ആയത്തിറങ്ങിയ സ്ഥലം. ഇതൊക്കെയാണ് ആ ഉള്ളിലുള്ള തൂണ്. അതൊക്കെ നമ്മളെ ഏപ്പിസ്ഥാന്റെ വലിയ ബുക്കില് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആ തൂണുകൾക്കിടയിൽ ഇരുന്നിട്ട് പള്ളിക്കാണ് ചെന്ന് റൗളയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ അപ്പൊ ഒരു ശുക്റിന്റെ സുജൂദ് ചെയ്യണം. റൗളയിലാണ് എത്തിയോടുമ്പോ ഭൂമിയിലെ സ്വർഗത്തിലെത്തിയ പടച്ചോനെ അല്ലാഹു ഇവിടെ എത്തിച്ചല്ലോ, ഒരൊറ്റ സുജൂദ്. ആ സുജൂദ് ഒരു ശുക്റിന്റെ നിയ്യത്തിൽ ഒരു സുജൂദ് ചെയ്യാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് തഹിയ്യത്ത്, അല്ലെങ്കിൽ ഏതാണ് നിസ്കാരത്തിന്റെ സമയത്ത് ദുഹാ സമയമാണോ 8 റക്അത്ത് ദുഹാണ് നിസ്കരിക്കുക, വിത്തറിന്റെ സമയമാണോ ഒരു 11 റക്അത്ത് വിത്തറാണ് നിസ്കരിക്കുക. അങ്ങനെ ഏത് സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്? നന്നായി ഇഅ്തികാഫിന്റെ നിയ്യത്തിൽ നിസ്കരിച്ചിട്ട് ഒറ്റക്ക് റബ്ബിനോട് ഇങ്ങനെ പറയണം, യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മദീനത്ത് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്തും മദീനത്തും എപ്പോഴും നമ്മളിങ്ങനെ നമ്മളെ മൗലൂദ് ഉണ്ടല്ലോ, വല്ലാത്ത മൗലിദാണ്. അതിന്റെ ഓരോ വരിയും വല്ലാത്ത പ്രത്യേകത ഉള്ളതാണ്. ഒന്ന് നോക്കിയാൽ നമുക്ക് മദീനത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ.
എന്താ നമ്മൾ മുത്തുനബിനെ പറ്റി പറഞ്ഞത്? അന്ത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ലോകത്തെ എല്ലാ ഉമ്മമാരെക്കാളും എല്ലാ ഉമ്മമാരെക്കാളും എല്ലാ വാപ്പമാരെക്കാളും ഉമ്മത്തികളായ ഞങ്ങളെ ബഹുമാനിച്ച് സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച ഞങ്ങളെ ഉമ്മയെക്കാളും വാപ്പയെക്കാളും മരണസമയത്ത് ഉമ്മാക്ക് നമ്മൾ ഓർമ്മ ഉണ്ടാവൂല, മഹ്ശറിൽ ചെല്ലുമ്പോൾ വാപ്പാക്ക് നമ്മൾ ഓർമ്മ ഉണ്ടാവൂല. അവിടെ ഒക്കെ നമ്മൾ ഓർമ്മിക്കുന്ന മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹിനോട് നമ്മൾ പറയാണ് അന്ത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എന്നിട്ടോ മുത്തുനബിയോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ, അതുകൊണ്ട് അന്ത മുൻജീനാ ഗദ ഖൈറൻ നബി. ഓ പുന്നാര നബിയേ, മഹ്ശർ മൈതാനിൽ ആളിക്കത്തുന്ന നരകം അങ്ങേ ഭാഗത്ത്, മീസാൻ എന്ന തുലാസിപ്പുറത്ത് ഏടുകൾ വിതരണം ചെയ്യുന്നത് ഒരു ഭാഗത്ത്. ആകെ വെപ്രാളപ്പെട്ട് ബേജാറായി എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയാതെ വിഷമാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്തേണ്ട നബിയേ, അവിടുത്തെ കാൽക്കരിത സാധുക്കൾ എത്തിയിരിക്കുന്നു. ഞങ്ങൾക്കൊരു സങ്കടം പറയാനുണ്ട്. എന്താ സങ്കടം? ഇർതകബതു അലൽ ഖതാ വയറ ഹസ്രിൻ വഅദ ലക അശ്കൂ ഫീഹി യാ. ഓ പുന്നാര നബിയെ, ഞങ്ങളൊക്കെ തെറ്റ് ചെയ്ത ആളുകളാണ്, പാകപ്പിഴവ് സംഭവിച്ച ആളാണ്. അല്ലാഹ് ഞങ്ങളെ കണ്ണുകളും കാതുകളും എല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടാണ് സാധുക്കളായ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എത്ര തെറ്റ് ചെയ്ത ആളുകൾ വന്നാലും നബിയെ, തങ്ങളെ ഹദറത്തിൽ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് സങ്കടപ്പെടുമ്പോ നബിയെ, തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ അല്ല കൈവിടൂലല്ലോ. അതുകൊണ്ട് നബിയെ, ഞങ്ങളെ കാര്യത്തിൽ അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഹ്ലനാ ഇല്ലാഅ യാ സയ്യിദി ഖൈറൻ നബി. സാധുക്കളായ ഞങ്ങളെ കാര്യത്തിൽ അല്ലാഹുവിന്റെ ദർബാറിൽ ഒന്ന് ഞങ്ങളെ വിഷയം അവതരിപ്പിച്ചിട്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അല്ലാഹുവിന്റെ റസൂലിന് പ്രത്യേകം അധികാരം കൊടുത്തിരിക്കുന്ന വെള്ളമാണ് ഹൗദുൽ കൗസർ. ഇന്നനാ നർജു ഇലാ അല്ലാഹ് ദാഹിച്ച് ക്ഷീണിച്ച് അവശരായി തൊണ്ട വറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തേനിനേക്കാൾ മധുരമുള്ളതും പാലിനേക്കാൾ വെളുത്തതുമായ ആ ഹൗദുൽ കൗസർ നബി തങ്ങൾ കോരിക്കൊടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറയാൻ നോക്കുമ്പോ നമ്മളെ കയ്യിൽ എന്താ സ്വത്തുള്ളത്? ഇത് പറയാൻ നമ്മളത്തെ അർഹത ഉള്ളത് നമ്മളെടുത്ത് ഒറ്റ കാര്യം, അസ്സലാത്തു അലൻ നബി കുല്ല വഖത്തിൻ ദായിമാ ലാഹ നജ്മുൻ ഫിസ് സമാ സയ്യിദി ഖൈറൻ നബി. അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന കാലത്തെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. മദ്രസക്കൊക്കെ പോണതിന്റെ മുമ്പ് തന്നെ നമ്മളിത് പഠിച്ചിട്ടില്ല. ആ സ്വലാത്ത് ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിങ്ങനെ മദീനത്തിൽ കൂടെ നടക്കുമ്പോൾ ഒക്കെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. ഇൻഷാ അല്ലാഹ് മദീന ഹറം നമ്മളെ കബൂലാക്കട്ടെ, മദീന ഹറം നമ്മളെ സ്വീകരിക്കട്ടെ. സർക്കാർ ഹാജിമാര് കഴിഞ്ഞ വർഷവും ഹജ്ജ് കഴിഞ്ഞിട്ടാണ് മദീനത്ത് പോയത്. ഈ പ്രാവശ്യവും മിക്കവാറും അങ്ങനെ തന്നെയാണ് സാധ്യത കാണുന്നത്. പ്രൈവറ്റിൽ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യും? പ്രൈവറ്റ് ഹാജിമാരൊക്കെ ഇപ്പൊ പോവുകയാണ്. ഈ മെയ് മാസം 20, 21, 22, 25 ഉള്ളിലായിട്ട് പ്രൈവറ്റ് ഹാജിമാരൊക്കെ പോകും. സർക്കാർ ഹാജിമാരെ യാത്ര തുടങ്ങണതെന്ന 26 മുതൽ 9 വരെ. അപ്പൊ നിങ്ങൾ പോകുന്നതിന്റെ മുമ്പ് ആര് പോകും? പ്രൈവറ്റ് ഹാജിമാര് പോകും. ഒരു 10ഓ 12ഓ ദിവസം മക്കയിൽ താമസിക്കും. നമ്മളെ SYS മർക്കസ്, അഹമ്മദുള്ള സഖാഫിയും ഞങ്ങളൊക്കെ SYS മർക്കസിലാണ് പോവുക.
ഞങ്ങളൊക്കെ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിയിട്ട് ഒരു 12 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 15 ദിവസം വരെ മക്കത്ത് താമസിക്കും. മിക്കവാറും ഒരു 2 ജുമുഅ മക്കത്ത് കിട്ടുന്ന രീതിയിൽ അവിടെ താമസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദുൽഖഅദ് 25 നമ്മൾ മദീനത്തേക്ക് പോകും. മദീനത്ത് നിന്ന് പിന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് പ്രൈവറ്റ് ഹാജിമാരൊക്കെ തിരിച്ചു പോരുക. നിങ്ങൾ മക്കയിൽ പോയി താമസിക്കും. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിക്കവാറും ഹജ്ജിന്റെ മുമ്പ് ഒരു 3 ജുമുഅ എങ്കിലും നിങ്ങൾക്ക് മക്കത്ത് കിട്ടും. അള്ളാഹു തൗഫീഖ് അവിടെ ഇങ്ങനെ നിൽക്കണ കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ചെയ്ത ഒരു പിന്നെ രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉംറ ജഹറാനത്തിൽ പോയി ചെയ്യാം. നബി തങ്ങൾ ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലമാണ്. അവിടുന്ന് ഒരു ഉംറ. പിന്നെ ആയിഷ പള്ളി, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ സ്ഥാപിതമായ പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു ഉംറ. പിന്നെ ഒരു ഉംറ ഹുദൈബിയയിൽ പോകാൻ ചിലപ്പോൾ പറ്റൂല, മിക്കവാറും പറ്റും. അവിടുന്ന് ഒരു ഉംറ. ചുരുങ്ങിയത് 4 ഉംറ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരാൾക്ക് ആരോഗ്യവും കാര്യമൊക്കെ ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഇഹ്റാമിന്റെ തുണിയും കുപ്പായൊക്കെ മാറ്റാം. അത് നേരെ ബിൽഡിങ്ങിന്റെ താഴെ ഇറങ്ങി നിൽക്കാം. അവിടെ ഒരു ടാക്സിക്കാരനോട് പറയാം ആയിഷ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ആൾ ഒരുമിച്ച് 5 ആൾ ഒരുമിച്ച് ഒരു കവറിൽ 5 ആളല്ലേ, ഒരു കവറിൽ 5 ആൾ 5 ആൾക്ക് സിഗ്നലിൽ പോവുകയും ചെയ്യാം. 5 ആൾക്ക് ഒരു കാറിൽ പോകാം. അവരോട് പറഞ്ഞു ഉറപ്പിച്ച പൈസ എത്ര വേണം, പൈസ എത്ര വേണമെന്നൊക്കെ പറഞ്ഞു ഉറപ്പിച്ച് അതിൽ പോവുക. ആയിഷ പള്ളിയിൽ അവിടെ ചെന്ന് ഇറങ്ങി ഒതുമില്ലെങ്കിൽ നന്നാക്കി ഒന്ന് ഒതുകൊടുക്കുക. എന്നിട്ട് ആ പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാം. പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാം. നിസ്കാരം കഴിഞ്ഞിട്ട് ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് ഉംറന്റെ ഇഹ്റാം ചെയ്യാം. പോയ വണ്ടി തന്നെ തിരിച്ചു പോരാ. ഇവിടെ ഇറങ്ങിയതിന്റെ ശേഷം വണ്ടിക്കാരന് പൈസ കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായി? അങ്ങോട്ട് പോകുമ്പോ തന്നെ ഏതായാലും കൊടുക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോകുമ്പോ തന്നെ കൊടുത്താൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചു വരുമ്പോ ആരും ഉണ്ടാവില്ല. ഓൻ അവിടെ ഉണ്ടാവില്ല. 2 കാര്യത്താൽ ഉണ്ടാവില്ല. ഒന്ന്, ഇങ്ങനെ ഒരു വണ്ടിക്കാരൻ നിൽക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ ഞമ്മക്ക് ഉണ്ടാവില്ല. നമ്മൾ പള്ളിക്കാർ നിക്കരിച്ചാൽ കിട്ടി നോക്കുമ്പോൾ നിക്കരിച്ചാൽ നാളെ സൈദൽ വ്യാജി പണിക്കാരൊന്നും ഉണ്ടാകലില്ല. പണിക്കാർക്കൊന്നും നിസ്കരിച്ചാൻ പോകാൻ സമയം കൊടുക്കലില്ല. അപ്പൊ ഞാൻ സൈദൽ വ്യാജിനോട് ചോദിച്ചു, അല്ല നിങ്ങളെ പണിക്കാർക്ക് നിസ്കരിച്ചണ്ടേ? ഒരിക്കൽ പണി ഇല്ലാത്തപ്പോ നിസ്കരിച്ചണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ അതെന്തേന്നു? പണിന്റെ അടിയിൽ നിസ്കരിച്ചാൻ പോയാൽ ദുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ദുഹറിന്റെ ശേഷം 4 റക്അത്ത്, സുബ്ഹാനല്ലാഹ് 33 ഒക്കെ ചെല്ലിയിട്ട് ഓന് പോരാൻ തോന്നില്ല. അങ്ങനെ നിസ്കരിച്ചപ്പം രാത്രി 12 മണിക്ക് പീടി അടച്ചിങ്ങാണ്ട് വന്നാൽ സുബൈക്ക് വിളിച്ചാലും നീച്ചണില്ല. അപ്പൊ പിന്നെ ഓൻ ഇഞ്ച പീടിന്ന് പോകുമ്പോൾ മാത്രം. അപ്പൊ നമ്മൾ ഓർമ്മിക്കണം, നമ്മള് ടാക്സിക്കാരൻ നമ്മളെ കാത്തുനിന്ന് വാങ്ങി ഞമ്മക്ക് സമയം വൈകിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? ഞമ്മക്കിതൊരു വല്ലാത്ത കിട്ടല് കിട്ടിയതല്ലേ വണ്ടിക്കാരനോ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ വിളിച്ച വണ്ടിന്റെ പൈസ എപ്പോ കൊടുക്കുക? മടങ്ങി കൊടുക്കുക. അല്ലാഹു തആല ഖൈറാക്കട്ടെ. അങ്ങനെ നമുക്ക് ഉംറങ്ങ. പിന്നെ സർക്കാർ ഹാജിമാരൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം എന്താണ്? നമുക്കൊരു ഉപദേശം വിഷയങ്ങൾ നൽകാൻ പലപ്പോഴും ആളുണ്ടാവും. അതുകൊണ്ട് സ്വയം നന്നാകണം. നിങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയങ്ങൾ അവിടെ ചർച്ച ചെയ്യരുത്. ഇതൊക്കെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കിട്ടുന്നിടത്തോളം പിയ്യണ പരിപാടിയാണ്. ഇല്ലേ? പോയോടുമ്പോ തന്നെ നമ്മളെ ചർച്ച തുടങ്ങി. എന്താ ചർച്ച? കരിപ്പൂരിന്ന് കുറച്ച് പൈസ, എറണാകുളത്ത് നിന്ന് എത്ര പൈസ ഉണ്ടോ? ഇല്ല. കണ്ണൂരിന്നോ? അതുമില്ല. അതിനെ പറ്റിയാണ് തുടങ്ങിയ ചർച്ച. അപ്പൊ പിന്നെ അതിലേക്ക് മോഡി കടന്നു വരുവോ? വരൂല. പിണറായി വരുവോ? വരൂല. ഹജ്ജ് കമ്മിറ്റിയൊക്കെ അതിൽ കൂടൂല. എല്ലാരും അതിൽ വർത്താനത്തിലുണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോ കുറച്ചേരം അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. എന്നാ പൈസ കുറയോ? നമ്മൾ കുറച്ചേരം പറഞ്ഞില്ല. എന്നാ പൈസ കൂടാതെ. അപ്പൊ ഒരാവശ്യമില്ലാത്ത വിഷയത്തിലല്ല ഇടപെടേണ്ടത്. ഒരു സ്വലാത്തെങ്കിലും ഏറെ ചൊല്ലാൻ, ഒരു ബിസ്മില്ലാഹി എങ്കിലും കൂടുതൽ ചൊല്ലാൻ. അല്ലാഹു അല്ലാഹ് മൻസാറനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബിനെ ഹയാത്ത് കാലത്ത് കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. വഫാത്തിന് ശേഷം മുത്തുനബിനെ കാണേണ്ട ഒരു നിയ്യത്ത് വെച്ച്, പൂതി വെച്ച്, ആശ വെച്ച്, മോഹിച്ച് നമ്മൾ മദീനത്ത് എത്തുന്നതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് തീരുമാനമായി. നമ്മൾ മദീനത്തെത്തിയാൽ, മുത്തുനബിനെ ആശിച്ച് നമ്മൾ മദീനത്തെത്തിയാൽ നമുക്കുള്ള ശഫാഅത്ത് തീരുമാനമായി. അല്ലാഹ്! ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുരുഷന്മാരൊന്ന് ശ്രദ്ധിക്കുക. നമുക്കിപ്പോ
മുമ്പൊക്കെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ വേഗം 1-ാം നമ്പർ ഗേറ്റ് ബാബുസലാം അതിലെങ്ങനെയാണ് കടന്നിട്ട് റസൂലുള്ളാഹിക്ക് സലാം പറയാൻ പോകാൻ പറ്റി. ഇപ്പൊ അത് പറ്റൂല. അവിടെ 24 മണിക്കൂറും അടച്ചിട്ടൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മദീനയിലെ പഴയ പള്ളി എന്ന് പറയുന്നത് 6 വാതിലാണ്. ജന്നത്തുൽ ബഖീഇന്റെ ഭാഗത്ത് നോക്കിയാൽ ബാബുൽ ബഖീഇലേക്ക് പോണ വാതിൽ. അതിന്റെ അപ്പുറത്ത് ബാബു ജിബ്രീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വർത്താനം പറയാനും വഹയ്യെത്തിക്കാനും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്ന വാതിൽ. അതിന്റെ അപ്പുറത്ത് ബാബു നിസാ, നബി തങ്ങൾ അവിടെ താമസിക്കുന്ന കാലത്ത് സ്ത്രീകൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഷഹാദത്ത് കലിമ ചൊല്ലാനും ഒക്കെ സ്ത്രീകൾക്ക് വരാൻ വേണ്ടി തുറന്നു വെച്ച വാതിൽ. മഹാന്മാരെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ആ വാതിലിന് ബാബുൻ നിസാ എന്ന് പേര് വെച്ച ശേഷം പിന്നെ ആ വഴിക്ക് ഞാൻ പോയിട്ടില്ല എന്ന് മഹാന്മാർ പലരും പറയുന്നു. അപ്പൊ ബാബുൻ നിസാ, ബാബു ജിബ്രീൽ, ബാബു ബക്കീർ, ഇങ്ങനെയാണ് 3 വാതിൽ ആ സൈഡ് ബക്കീറിന്റെ ഭാഗം. ഇപ്പുറത്തുള്ള വാതിൽ നമ്മൾ സലാം പറയാൻ കഴിയും. അതിൽ 1-ാമത്തെ വാതിൽ ബാബു സലാം, റസൂലുള്ളാഹിക്ക് സലാം പറയാൻ പോയ. 2-ാമത്തെ വാതിൽ ബാബു സിദ്ദീഖ്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരുള്ള വാതിൽ. ഒക്കെ ചരിത്രമുണ്ട്. എ.പി. ഉസ്താദിന്റെ ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പറയാൻ ബാബു സിദ്ദീഖ്. അത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ വാതിൽ ബാബു റഹ്മ. എന്താ വാതിന്റെ പേര്? ബാബു റഹ്മ. നിങ്ങളൊക്കെ വഅദ് കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹി ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ മഴയില്ലാതെ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടിക്കണേന്ന്, ആകെ ഉണങ്ങിപ്പോകാണ്, കുട്ടികളൊക്കെ മരിച്ചു തീരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സ്വഹാബി അതാണ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ചുകൊണ്ട് മഴയ്ക്ക് വേണ്ടി വാർന്നു. മഴ അങ്ങോട്ട് പെയ്തു, റഹ്മത്തിന്റെ മഴ. ഒരാഴ്ച മഴ പെയ്തു. അല്ലാഹു റബ്ബി. പിറ്റേത്തെ ആഴ്ച ഖുതുബക്ക് മെമ്പറിൽ കയറുമ്പോൾ റസൂലുള്ളാഹിനോട് സ്വഹാബി പറഞ്ഞു, നബിയെ ഇനിയും മഴ പെയ്താൽ ആകെ ബുദ്ധിമുട്ടായി പോകും. കണ്ടോ? ആ സ്വഹാബി ജുമഅക്ക് വരികയും പോവുകയും ചെയ്ത അന്ന് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയ ആ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് ആ വാതിലിന് ബാബു റഹ്മ എന്ന് പേര്. അപ്പൊ ബാബു റഹ്മ, ബാബു സിദ്ദീഖ്, ബാബു സലാം. ഈ ബാബു സലാമിലൂടെയാണ് റസൂലുള്ളാഹിക്ക് സലാം ചെല്ലാൻ പുരുഷന്മാര് പോകേണ്ടത്. ഇപ്പൊ അവിടെ എന്താണ് തർത്തീബ്? അതിനെ കടക്കാൻ പറ്റൂല. അതിനെ കടക്കണമെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചിറ്റിയിട്ട് വരണം. എന്തിനാണ് ആ തർത്തീബ് ഉണ്ടാക്കിയത്? ഈ വാതിക്കൽ ഭയങ്കര തിരക്ക്. അപ്പൊ ആ തിരക്കാണ് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒന്നിങ്ങനെ വളഞ്ഞ്. ഇപ്പൊ എയർപോർട്ടിലൊക്കെ ചെന്നാൽ കാണാം നമ്മളിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വരിയായിട്ടാ പോകുക. എന്തിനാണ്? തിരക്ക് ഒഴിവാക്കാൻ. ആ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ചിട്ട പാലിക്കണം. എല്ലാ ക്യാമറയും നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാണ് പോലീസുകാരൻ നിൽക്കണമെങ്കിൽ നമ്മളെ തന്നെയാണ് നോക്കണം. നമ്മളെ തന്നെ നമ്മളത് ആദ്യ വളവ് കാണിച്ചു ഇങ്ങോട്ട് മുന്നിലേക്ക് വരാന്ന് വിചാരിച്ചാൽ ആ പോലീസുകാരൻ വിളിച്ചു കാണി ചോദിക്കും, ഈ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവുകയല്ലേ? നബി തങ്ങൾ ഇഷ്ടപ്പെടാത്ത പണി ചെയ്തെങ്ങാണ്ടാണോ അങ്ങോട്ട് പോണത് എന്ന് ചോദിക്കും. ഞാനൊരു പ്രാവശ്യം മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഒതു കൊടുത്തിട്ട് പുറത്തേക്ക് വരാം. ഒതു കൊടുത്തിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് തന്നെ വരാം. അപ്പൊ എന്റെ മുന്നിൽ ഒരു അറബി നടക്കണുണ്ട്. എനിക്ക് അയാൾ അറിയില്ല. ഞാൻ വലഭാഗത്തും അയാൾ ഇടഭാഗത്തും. എന്റെ മുന്നിൽ പള്ളിന്റെ വാതിൽക്കൽ എത്തിക്കണ ഒരു 10 അടി മുന്നിലാണ്. പക്ഷെ അയാൾ അവിടെ പോയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വാതിൽക്കൽ എത്തിയപ്പോ ഞാൻ അയാളോട് അങ്ങോട്ട് കിടക്കാൻ വേണ്ടി. അപ്പൊ അയാൾ പറഞ്ഞു, നീ എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ വലഭാഗത്ത് നിന്ന് വരുന്നത് കണ്ടിട്ടാണ് ഞാനിവിടെ കാത്തു നിന്നത്. വലഭാഗത്തെ മുന്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നീ വലഭാഗത്ത് നിന്ന് വരുന്ന ആളെ മുന്തിക്കാതെ ഞാൻ ഇങ്ങോട്ട് കിടക്കുന്നത് അദബുകേടല്ലേ? അതുകൊണ്ട് ഞാൻ വലഭാഗത്ത് വരുന്ന ആളെ പരിഗണിച്ച് കാത്തു നിന്നതാണ്. ഇതാണ് മദീനക്കാരുടെ സ്വഭാവം. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം? തിക്കും തിരക്കും അല്ല. അവിടെയൊക്കെ ദീൻ എന്താണ്, അദബ് എന്താണ്, സ്ത്രീകളെ ഭാഗത്തൊക്കെ നല്ലപോലെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് മദീനയിലും മക്കത്തും അത്രയും ദിവസങ്ങൾ താമസിച്ച് ഇൻഷാ അല്ലാഹ് മുമ്പുള്ള എല്ലാ സ്വഭാവം പെരുമാറ്റമൊക്കെ മാറിയിട്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം മരുവോള് പറഞ്ഞല്ലോ, ഉസ്താദേ എന്റെ അമ്മായിമ്മ പട്ടായിക്കണം. അത്ര നന്നായി. അല്ലാഹു അമ്മായിമാനെയും മരുവോളെയും നന്നാക്കട്ടെ. അപ്പൊ ഇപ്പം നല്ലതല്ലേ? എപ്പോഴും നല്ല തന്നെയാണ്. പക്ഷെ ഇപ്പം വയറ് കേൾക്കുമ്പോൾ നമുക്ക് 2 കൂട്ടർക്കും ഇന്നെ പറ്റിയാണെന്ന് തോന്നൂല. നാളെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു, എന്റെ മരുവോൾ ആ വയറൊക്കെ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്.
പിറ്റേത്തെ ആഴ്ച മരോള് പറഞ്ഞു ഉമ്മ അതൊക്കെ ഒന്ന് കേൾക്കേണ്ടതേനെയാണ്. രണ്ടാൾക്കും ഇന്നെ പറ്റിയാണ് തോന്നിയിട്ടില്ല. ഓള് കേൾക്കേണ്ടതേനെയാണ്, ഇവര് കേൾക്കേണ്ടതേനെയാണ് ഓള്. അവിടുന്നാണ് മാറിയിട്ട് ഇത് ഞാൻ നന്നാകേണ്ടതാണ് എന്നുള്ളൊരവസ്ഥയിലാണ് മക്കത്തും മദീനത്തും നമ്മൾ ഉണ്ടാകുക. ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ സന്തോഷമായിട്ട് താമസിച്ച് ഇൻഷാ അല്ലാഹ് വബിഹംസത്തിൽ ഖറാറി അമ്മിൽ മുസ്തഫ അസദില്ലാഹി വസയ്യിദി ശുഹദാഇ. ഓ സഹോദരിമാർ ഓർക്കണം, മദീനത്താണ് ഹംസത്തുൽ ഖറാർ തങ്ങൾ, മദീനത്താണ് ഉഹദ് മല. സ്വർഗത്തിന്റെ ഏത് വാതിൽ തുറന്നാലും കാണുന്ന മലയാണ് ഉഹദ് മല. സ്വർഗത്തിന്റെ വാസന വരുന്നുവെന്ന് മുത്തുനബി പുകഴ്ത്തി പറഞ്ഞ മലയാണ് ഉഹദ് മല. അല്ലാഹു റബ്ബി, വിശാലമായി കിടക്കുന്ന ആ മല രണ്ടെണ്ണാണ്, ഒന്നിച്ച് അല്ലാഹു റബ്ബി, വലിയ വിശാലമായ മല. അതിന്റെ തൊട്ട് മുന്നിൽ ഒരു ചെറിയ മലയുണ്ട്, ജബലുർ റുമാത്ത്. അമ്പഴത്തിൽ പരിശീലനമുള്ള ആളുകളെ നിർത്തിയിരുന്ന മല. അത് രണ്ടിന്റെയും മധ്യത്തിൽ വലിയ മലന്റെ ചെറിയ മലന്റെ ഇടയ്ക്ക് വിശാലമായ ഒരു മൈതാനി. ആ മൈതാനിയുടെ ഒരു സൈഡിൽ പള്ളി, ഒരു സൈഡിൽ ഹംസത്ത് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ജാഷ് റളിയല്ലാഹു അൻഹു, ഉഹദ് ശുഹദാഇന്റെ മഖബറ. അവിടെ ഒന്ന് പോയി ഒരു യാസീൻ ഓതി നന്നായിട്ട് കരഞ്ഞു ദുആ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മക്കത്ത് പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദ് ഖുബാ, ചരിത്ര പ്രാധാന്യമുള്ള പള്ളി. നബിതങ്ങൾ ഹിജറയിൽ മദീനത്ത് വന്ന് താമസിച്ച സ്ഥലമാണ് ഖുബാ. ഖുബാ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുബാ പള്ളിയിൽ ഒന്ന് പോവുക, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് കുറച്ചേരം ഒന്ന് ദ്വാർന്നിരിക്കുക. സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെയും സൗകര്യമുണ്ട്, വിശാലമാക്കിയിട്ടുണ്ട്. മുമ്പത്തെ മാതിരിയല്ല, ഇപ്പൊ ഒന്നും കൂടി സൗകര്യപ്പെടുത്തി. മസ്ജിദുൽ ഖിബല അല്ലാഹു പോകാൻ ഭാഗ്യം തരട്ടെ. അങ്ങനെ സിയാറത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ. പിന്നെ നമുക്കൊക്കെ ഇവിടുന്ന് പോണവർക്ക് ഒരു പൂതിയാണ് എവിടേക്ക് പോകാൻ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിലൊന്നും പെടാത്ത ഒരു പോക്കുള്ള സ്ഥലം يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا الله. ബദരീങ്ങളൊന്ന് കാണാൻ ഞങ്ങൾക്ക് പൂതിയാകുന്നുണ്ട്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നേരത്തെ ബദറിന്റെ ഭാഗത്തേക്ക് പോകുന്നതും അവിടെ സിയാറത്ത് ചെയ്യുന്നതും ഒക്കെ ചില നിയമ തടസ്സങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാഹ് ജന്നത്തുൽ ബഖീഇന്റെ മതില് പോലെ ബദർ ശുഹദാഇന്റെ ഭൂമിന്റെ മതിലും ജന്നത്തുൽ ബഖീ പോലെ ആക്കി. ഒരു അരച്ചുമര്, നമ്മുടെ ഒരു അരഭാഗം വരുന്നത് വരെ മതിൽ അടഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് നോക്കിയാൽ കാണാൻ പറ്റിയ രീതിയിലാണ് ഇപ്പോഴത്തെ ഗേറ്റും മതിലും ഒക്കെ. നല്ല മട്ട. ഈ പണ്ടത്തെ പോലെ നിയമ തടസ്സം അവിടെ ഇല്ല, നമുക്ക് സന്തോഷമായിട്ട് പോകാം. അവിടെ ഇങ്ങനെ മുത്തവ്വാരി നമ്മളെ വന്നിട്ട് ശിർക്കും കിർക്കും പറഞ്ഞാൽ ഓലിപ്പോൾ അവിടെ ഇല്ല. ഞാൻ ഈ മെഹറാജിന്റെ അന്ന് പോയി, കുറെ മുമ്പ് പോയ വർത്താനല്ല, ഇക്കഴിഞ്ഞ മെഹറാജിന്റെ അന്ന് പോയി. ഞങ്ങൾ ഒരു 10-14 ആള് അവിടെ ബദറിൽ അവിടെ നിന്നു. എന്നിട്ട് ബദർ മൗലിദ്, നമ്മൾ ഓതന ബദർ മൗലിദ് മുഴുവൻ ഓതി ഓരോ സ്വഹാബാക്കളെ പേരും പ്രത്യേകം ചൊല്ലിയിട്ട് റളിയല്ലാഹു പറഞ്ഞു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു. നമ്മളെ കൊണ്ടുപോയ വണ്ടിക്കാർക്ക് സമയം ഉണ്ടായാൽ മതി, നമ്മൾ സുഖമായിട്ട് അവിടെ നിന്നിട്ട് ആ ബദറിൽ വെച്ചിട്ട് തവസ്സൽനാ ബിസ്മില്ലാ എന്താ അതിന്റെ ഒരു കൗതുകം. അല്ലാഹു അവതാക്കട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനിയിപ്പോ നമ്മള് പോകാൻ ഈ യാത്രയിൽ ഏതാ ബാക്കിയുള്ള? എല്ലായിടത്തും എത്തിയില്ലേ? അല്ല, ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കി. എത്തിയില്ല എല്ലായിടത്തും. നമ്മള് മക്കത്ത് താമസിക്കുമ്പോ ഒന്ന് ഞാൻ വേഗത്തിലാണ് പറഞ്ഞത്. മക്കത്ത് എന്ന് താമസിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്ഥലം കഅബ ഷരീഫ്. കഅബ ഷരീഫിന്റെ ചുറ്റുഭാഗം മുഴുവനും വളരെ പ്രധാനപ്പെട്ട ഹജറുൽ അസ്വദ്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല്. അല്ലാഹ്,
ബാബുൽ കഅബ. ആ കഅബത്തിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയ്ക്ക് മുൽതസം നമ്മൾ ചോദിച്ചത് കിട്ടുന്ന സ്ഥലം. അതിന്റെ തൊട്ട് കുറച്ച് വിട്ടു നിൽക്കുന്നത് ഇബ്രാഹിം മക്കാം, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നത്. ആ സ്വർണ്ണപ്പാത്തിന്റെ അവിടെ ആ ചെറിയ കെട്ടിനുള്ളത് ഹിജർ ഇസ്മായിൽ. ഹിജർ ഇസ്മായിലിന് അങ്ങോട്ടെത്തിയ റുക്നുൽ യമാനി. റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ എപ്പോഴും മലക്കുകൾ നമ്മളങ്ങനെ അഭിവാദ്യം ചെയ്ത് കാത്തു നിൽക്കണേ അങ്ങനത്തെ സ്ഥലം. കഅബ ശരീഫിന് ചുറ്റുഭാഗത്ത് ഓപ്പൺ എയർ ആയി കിടക്കുന്ന വിശാലമായ സ്ഥലം മതാഫ്. എന്തായാലും പറയാം മതാഫ്. മതാഫിൽ നിങ്ങോട്ടാണ് കയറിയ പിന്നെ കാണുന്നത് സഫ മല. എന്ത് സഫ. സഫയിൽ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോ ഏത് മറുവ. സഫ മറുവയിൽ നടന്ന് അതിന്റെ നടുക്കൊരു വാതിലുണ്ട് ബാബുസലാം. അതിന്റെ പേരെന്താ? ബാബുസലാം എന്നാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ മറുവിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ കാണുന്ന വിശാലമായ മുറ്റം. ആ മുറ്റത്ത് നിന്ന് കാണുന്ന വലിയ മല. ആ മലിന്റെ മുകളിൽ വലിയ കൊട്ടാരം ബിൽഡിങ്. അതാണ് ജബൽ അബീ ഖുബൈസ്. ഈ മലന്റെ അപ്പുറത്ത് എന്നെ നമ്മളെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നുണ്ട് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചില്ലേ? ആ മലയാണ്. എന്താ അതിന്റെ പേര്? ജബൽ അബീ ഖുബൈസ്. അവിടെ കയറിയിട്ടാണ് ഇബ്രാഹിം നബി ഹജ്ജിന് വിളിച്ചത് എന്നും ചരിത്രത്തിൽ കാണാം. ഇബ്രാഹിം നബി അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ്, ഹജ്ജ് നിർബന്ധമായിരിക്കുന്നു, ഹജ്ജിന് വരുവീൻ എന്ന് വിളിച്ചത് അവിടെ നിന്നാണ് എന്നും അല്ല ഇബ്രാഹിം മക്കാം എന്നാണെന്നും കാണാം. ഏതായാലും ആ മലന്റെ പേരെന്താ? ജബൽ അബീ ഖുബൈസ്. ജബൽ അബീ ഖുബൈസ് നമ്മളിപ്പോ നിൽക്കുമ്പോ ജബൽ അബീ ഖുബൈസ് ബാക്കിൽ, മുന്നിൽ സഫ മർവ, നടൂര് നമ്മൾ നിൽക്കണം മിറ്റം. ഇനി ഒന്നും കാരണം നോക്കാൻ വലഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയാ വലഭാഗത്തേക്ക് നോക്കിയാ ഒരു നീളമുള്ള കെട്ടിടം. ഒരു നീളമുള്ള കെട്ടിടം. പഴയ കാലത്ത് അതാണ് അബൂജഹലിന്റെ കൊട്ടാരം. അതാണ് ഏത്? അബൂജഹലിന്റെ കൊട്ടാരം. ഇപ്പൊ അത് അണ്ടർഗ്രൗണ്ട്, ഗ്രൗണ്ട്, ഫസ്റ്റ് ഫ്ലോർ 3 നിലയാണ്. 3000-ലധികം ബാത്റൂമാണ്. എന്താണത്? അബൂജഹലിന്റെ കൊട്ടാരം ഇപ്പൊ എന്താണ്? ഇപ്പൊ ബാത്റൂമാണ്. ഒരാചാരം ആ ബാത്റൂമിക്കാണ് പോയിട്ട് വരുന്നില്ല. അയാൾ കാത്ത് കാത്ത് കുഴങ്ങി. അപ്പൊ മൂപ്പര് അബൂജഹലിന്റെ തലയിലേക്കാണ് ചെല്ലട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കുക തന്നെയാണ്. ആജാദി ഇരുത്തപ്പോ പോയി ഇരിക്കണ്ട, അള്ളാഹു തആല നമുക്ക് ഖൈറ് തരട്ടെ. അപ്പോ അബൂജഹലിന്റെ കൊട്ടാരം മൊത്തം എന്താണ്? ബാത്റൂമാണ്. 3000 ബാത്റൂം. അത് സ്ത്രീകൾക്ക് ഒരു ഭാഗത്ത് വേറെ, പുരുഷന്മാർക്ക് ഒരു ഭാഗത്ത് വേറെ. നല്ല സൗകര്യം, പൊതു കൊടുക്കാനും പറ്റും. അത് കഴിഞ്ഞ് ആ സ്ഥലം കണ്ടില്ലേ? അത് കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോ ചെറിയൊരു വീടുണ്ട്. അതന്നെ ഉള്ളൂ അവിടെ വീട്. പേക്കാനൊന്നുമില്ല. അതന്നെ ഉള്ളൂ അവിടെ വീട്. ആ വീട് ഏതാണ്? നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട വീട്. ഇബ്നു ബത്തൂത്ത റളിയല്ലാഹു അൻഹു ആ കാലത്ത് 1,17,000 കിലോമീറ്റർ യാത്ര ചെയ്ത ആളാണ് ഇബ്നു ബത്തൂത്ത. മരുഭൂമിയിലും പായക്കപ്പലിലും ഒക്കെ അദ്ദേഹം മക്കത്തുൽ മുക്കറമയിൽ പോയ കാലം എല്ലാ റബീഉൽ അവ്വലിലും കഅബത്തിന്റെ വാതിൽ തുറന്നു വെക്കുകയും അവിടെ പ്രത്യേകം ദുആ നടത്തുകയും റബീഉൽ അവ്വൽ 12-ന് വൈകുന്നേരം ഹറമിലെ ഇമാം നിസ്കരിച്ച് നിസ്കാരാനന്തരം ഹറമിലെ ജനങ്ങൾ ഒന്നായിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച വീടിന്റെ പരിസരത്ത് പോയി സ്വലാത്ത് ചൊല്ലി പൊട്ടിക്കരഞ്ഞ് ദ്വാർക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഇബ്നു ബത്തൂത്ത തങ്ങൾ തന്റെ രഹ്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ മുത്തുനബിനെ പ്രസവിക്കപ്പെട്ട വീട്. ഇനി ആ വീടിന്റെ അവിടുന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിയാൽ ഇപ്പോ ബസ്സൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് നിൽക്കുന്നതും അതിന്റെ മേലൊക്കെ നോക്കിയാൽ ഒരു ഗുഹയൊക്കെ കാണാം. അവിടെയാണ് പണ്ട് നമ്മൾ പഠിച്ച സ്ഥലം. ഏതാണിത്? ദാറുൽ അർക്കം. അർക്കം ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട് ദാറുൽ അർക്കം. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, അല്ലാഹ്, അപ്പൊ റസൂലുള്ളാഹി താമസിക്കണ പ്രസവിച്ച വീട് ഇവിടെ, റസൂലുള്ളാഹി വിശ്രമിക്കുകയും സ്വകാര്യത്തിൽ താമസിക്കുകയും ചെയ്യണ വീട് അവിടെ. ആ വീട്ടിൽ നിന്ന് കഅബത്തേക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ആരെ മുമ്പ് കൂടെ പോകണം? അബൂജഹലിന്റെ മുമ്പിൽ കൂടെ പോകണം. ആ രംഗങ്ങൾ അവിടെ നിന്നിട്ടൊന്ന് ഓർക്കുക. ആ രംഗം ഓർക്കുക. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അർക്കമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി മക്ക പള്ളിക്കാണ് പോയി. ഇത് പോണത് കണ്ടിട്ട് ശത്രുക്കൾ പ്ലാൻ ഇട്ടു. നബി തങ്ങൾ കഅബത്തിന്റെ അടുത്തെത്തിയിട്ട് സുജൂദ് കടന്നു. അപ്പോഴാണ് നേരത്തെ തയ്യാറാക്കിയ ചീഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിയുന്നത്. ഈ വിവരം കിട്ടിയിട്ട് ഫാത്തിമ ബീവി ആ വഴിക്കൊരു വരവ് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിൽ കാണണം. അവിടെ സുജൂദ് കിടക്കുമ്പോ ശത്രുക്കൾ
ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടിട്ട് സുജൂദിൽ കടന്നിട്ട് ഉപ്പ വിഷമിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോ ഫാത്തിമ വീട്ടിൽ നിന്ന് ഒരു പോക്ക് പോകുന്നുണ്ട്. ആ വഴിക്ക് ഒരു അബൂജഹലും ഒരു ശൈത്താനും അവരൊന്നും വകവെക്കാത്ത ഒരു പോക്ക് ഫാത്തിമ പോയിട്ട് ഉപ്പാന്റെ ശരീരത്തിൽ നിന്ന് ആ കുടൽമാല വലിച്ചു മാറ്റുന്ന ഒരു രംഗം നമ്മൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കണം. ഇതിലൊക്കെ ഇതാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഫാത്തിമ നിന്ന സ്ഥലത്താണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈമാൻ വർദ്ധിക്കണം. അല്ലാഹുവേ ഈമാൻ നൽകണേ അല്ലാ. അവിടെ നിന്ന് കുറച്ചകലെ നമുക്ക് ഏതുണ്ട്? അൽഹംദുലില്ലാഹ്. കുറച്ചകലെ ജബലുൻ നൂർ സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടി ഉയരത്തിലാണ് വഹ്യ് ഇറങ്ങിയ മലന്റെ ആ ഹിറാ ഗുഹ. അല്ലാഹു അവിടെ എത്തിക്കട്ടെ. അവിടെ പോയിട്ട് എത്ര ഉണ്ട് ഇങ്ങനെ നോക്കാൻ നിൽക്കണ്ട. പോകുക ആ സ്റ്റെപ്പിനാണ് കയറുക. എന്നാ സുഖമായിട്ട് അവിടെ അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ട് കുറവാണ്. അങ്ങോട്ട് ഇറങ്ങാനാ പിന്നെയും കുറച്ച് പ്രയാസം. അല്ലാഹു തആല ആഫിയത്ത് തരട്ടെ. മുത്തുനബി ഇരുന്നു ഉറപ്പുള്ള സ്ഥലം. ഒരു ദിവസം അവിടെ പോകും. സാധിക്കുന്ന ആളുകൾ കയറിയാൽ മതി. സാധിക്കാത്തവർ കയറിയിട്ട് ഊരവേദനയും മുട്ടുംകാല് വേദന ആയിങ്ങാണ്ട് ഉള്ള തവാഫും മുടങ്ങാൻ നിൽക്കണ്ട. അതൊന്ന് ശ്രദ്ധിക്കുമാണ്. ഇങ്ങേ ഭാഗത്ത് കൂടെ കുറച്ചുകൂടി അകലുള്ള വേറൊരു സ്ഥലമാണ് ജബലു സൗർ. അല്ലാഹ് സിദ്ദീഖ് തങ്ങളും റസൂലുള്ളാഹി തങ്ങളും ഹിജറ യാത്രയിൽ താമസിച്ച സ്ഥലം. ഇതൊക്കെ മക്കത്ത് താമസിക്കുമ്പോൾ പോയി കാണണം. കേറാൻ പറ്റിയിട്ടില്ലെങ്കിൽ താഴെ പോയിങ്ങാണ്ട് രണ്ടുപേരും മൗലൂദൊക്കെ ഓതിയിട്ട് ഒരു കുൽവല്ലാഹു ഒക്കെ ഓതിയിട്ടൊന്ന് ദ്വാർന്നെങ്കിലും പോരാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മക്കത്ത് നമ്മളെ പുണ്യഭൂമി. അല്ലാഹു റബ്ബി. പിന്നെ മക്കത്ത് പ്രധാനപ്പെട്ടത് വല്യമ്മ വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഏതാണ്? വല്യമ്മ വിശ്രമിക്കണ സ്ഥലം അതേതാ? അത് ഖദീജ ബീവി കിടക്കണ സ്ഥലം. രാവിലെ സുബഹി നിസ്കരിച്ചാണ് പോയാൽ മാപ്പിളക്കും പെണ്ണുങ്ങൾക്കും ഒപ്പം പോകാം. സുബഹി നിസ്കരിച്ച് ഞാൻ അടയ്ക്കും നേരത്തെ പോയാൽ പെണ്ണുങ്ങൾക്കും മാപ്പിളക്കും ഒപ്പം പോകാം. പോയിങ്ങാണ്ട് ഗേറ്റ് തുറന്നാൽ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ കുറച്ച് കസേര ഉണ്ടാവും. ഓർക്ക് അവിടെ ഇരുന്നങ്ങാണ്ട് യാസീൻ ഓതി ഇരിക്കാം. ആണുങ്ങൾക്ക് ആ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഏറ്റവും പോയി ഖദീജ ബീവിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്ത് പോരാം. അതാ സുഖം. ഇനി രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് സിയാറത്ത് ആണെങ്കിലോ പുറത്ത് മതിലിന്റെ അടുത്ത് നോക്കിയാൽ കാണുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിരുന്നിട്ട് വേർന്ന് പോരാ. അങ്ങനെ പോകുമ്പോ അവിടെ കുറെ കാഴ്ചകളുണ്ട്. റസൂലുള്ള ജിന്നുകളോട് പിന്നെ ദഅവത്ത് നടത്തിയ സ്ഥലമുണ്ട്. മസ്ജിദുൽ ജിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടുന്ന് അങ്ങനെയാണ് പറയാൻ. പിന്നെ കാര്യമായിട്ട് ഒരാൾക്ക് ഒരു സംശയം അറിയാനുള്ളത് എന്താ? ഉംറ ചെയ്യാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ച വസ്ത്രം പിന്നീട് ഹജ്ജിന് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ ആദ്യമായിട്ടൊരു ഉംറ ചെയ്യുമ്പോൾ ഫസ്റ്റിലെ ഉംറക്കും ആദ്യമായിട്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ ആ ഇഹ്റാമിനും നല്ലത് ഏതാണ്? അബിയലൈനി ജദീദൈനി, വെളുത്തതും പുതിയതുമായ ഒരു ജോഡിയാണ് ഏറ്റവും നല്ലത്. മനസ്സിലാവും? നമ്മളിപ്പോ ഒരു കാര്യം നമ്മളിപ്പോ 3 എണ്ണം കൊണ്ടുപോയി, ഉദാഹരണം പറയാം, നമ്മൾ 3 എണ്ണം കൊണ്ടുപോയി. പക്ഷെ നമ്മൾ 3 ഉംറക്ക് ഉപയോഗിച്ചു. 3 ഉംറക്ക് ഉപയോഗിച്ചു, അരക്കൊക്കെ റെഡിയാക്കി വെച്ചു. അതന്നെ പോരെ ഹജ്ജിന്? മതി. നല്ലതെന്താണ്? അതിൽ നിന്ന് ഒരെണ്ണം ഹജ്ജിന് വേണ്ടിയിട്ട് പുതിയത് എടുത്തു വെക്കാം. അല്ലാഹു തആല ഖൈർ തരട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ നമുക്ക് റെഡിയിൽ കഴിച്ചാൽ ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് മഹാനായ ടി.സി. ഉസ്താദ് അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഹാന്മാരൊക്കെ വന്നൊരു പൊരുത്തം തന്ന സ്ഥാപനമാണ്. ആ പൊരുത്തപ്പെട്ട സ്ഥലമാണ്. ഇതിന്റെ ഒരു ചരിത്രത്തിൽ ഒരിക്കൽ നമ്മളെ വാക്കവി ഉസ്താദ് ഒരു വഅദ് പറയുന്നത് ഞാൻ കേട്ടു. ഇവിടുത്തെ ഒരു സമ്മേളനത്തിന് മൂപ്പര് പറയുന്നത് കേട്ടു. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന ഈ സ്ഥാപനം ഇവിടെ വരും എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഒരു വഅദ് പറയുന്നത് കേട്ടതാണ്. അപ്പൊ മടവൂർ ശൈഖുന പൊരുത്തം തന്നൊരു സ്ഥലം, അങ്ങനെയൊക്കെയുള്ള ഒരു പൊരുത്തത്തിലാണ് ഇതിവിടെ സ്ഥാപിതമായത്. ഇപ്പോ ഈ സ്ഥാപനത്തിൽ അൽഹംദുലില്ലാഹ് ആ മുതഅല്ലിമീങ്ങൾ കുട്ടികളെ കണ്ടെങ്കിൽ വെയിലും കൊണ്ട് നമ്മളെ കാത്തിക്കാണ്. ഓൽക്കപ്പതിയിൽ ഒന്നും കിട്ടാനില്ല. പിന്നെ അള്ളാഹുവിന്റെ കഅബത്തിലൊക്കെ പോണ വിരുന്നാരെ സൽക്കരിക്കാം. അതിനു വേണ്ടി ആ കുട്ടികൾ കണ്ടെങ്കിൽ വെള്ളത്തിന് വെള്ളം ഇല്ലേ എല്ലാം ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുക. അവരടുത്തൊക്കെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇനി നമ്മളാണ് ചെല്ലുമ്പോത്തിന് ഭക്ഷണമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണം.
വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട്, ഭക്ഷണത്തിൻ്റെ പൊതിയുണ്ട്, ഒക്കെ നല്ല റാഹത്തുണ്ട്. അതൊക്കെ ഈ സ്ഥാപനം ഇവിടെ ഇങ്ങനെ പൈസ കുന്നുകൂടിയിട്ട് കുറച്ച് പൈസ ആജിമാർ ചോറ് വെച്ചും പോട്ടെ എന്ന് കരുതിയിട്ടല്ല. പിന്നെ ഞങ്ങളൊക്കെ സ്ഥാപനം നടത്തുന്നവരാ. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുള്ള നിലമ്പൂര് മജ്മഅ് 2000 കുട്ടികൾ പഠിക്കുന്ന സ്ഥലം. പടച്ചോനെ 132 ആൾക്ക് ശമ്പളം കൊടുക്കണം. ഇപ്പോഴത്തെ കാലത്താണ് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ആഴ്ചയിൽ 1-ാം തീയതി വരിക. ആഴ്ചയിൽ 1-ാം തീയതി. ഇന്നാൾ ശമ്പളം വാങ്ങിയാൽ ഒരു 2 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴും ഒപ്പരം കാന്തം വിട്ടിരിക്കണം. എന്തേന്ന് വെച്ച് നോക്കുമ്പോൾ ശമ്പളം ഒരു ദിവസം വൈകിക്കണ നോക്കുമ്പോൾ ആഴ്ചയിൽ ശമ്പളം കൊടുക്കണ്ട. ആഴ്ചയിൽ 1-ാം തീയതി വരിക. ഇങ്ങനെ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ഏറെ പ്രയാസമുണ്ട്. നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അതിനൊക്കെ പാടൊപ്പം എന്തെങ്കിലും തരണമെന്ന് പറയാനല്ല. പിന്നെന്തിനാ ഈ സ്ഥാപനത്തിന് ഓർമ്മിക്കുക. നമ്മൾ പുണ്യഭൂമിയിൽ ഒക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ വീട്ടിൽ നിന്നാണ് ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ 22 ക്യാരറ്റാണ് നമ്മളെ ദുആ. അള്ളാഹിനോട് ചോദിക്കുന്നത് അല്ലാഹു തആല തരും. നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും ഇന്റെ ദുആക്കൊന്നും ഉത്തരം കിട്ടൂല. അങ്ങനെ നമ്മളെ പറ്റി നമ്മളൊരു മോശക്കാരനായി വിചാരിക്കരുത്. നമ്മൾ എന്ത് വിചാരിക്കണം? ഇന്റെ നാട്ടില് 5000 ആളുകൾ ഉണ്ടായിട്ട് 1000 വീടിന്റെ മഹല്ലത്തിൽ ഉണ്ടായിട്ട് എനിക്കാണല്ലോ ഈ പ്രാവശ്യം അള്ള ഈ ഭാഗ്യം തന്നത്. അള്ള എന്നെ വെറുതെ ആക്കൂല. അള്ളാഹുവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? റബ്ബിനെ വെറുതെ ആക്കൂല. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഞാനൊന്നും ദ്വാരന്നിട്ട് കാര്യമില്ല എന്നോടത്തല്ല നിൽക്കേണ്ടത്. നമ്മളൊക്കെ ദ്വാരക്കുക. അള്ളാഹുവാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഈ സ്ഥാപനത്തിന്, നമ്മളെ മർക്കസിന്, മജ്മഅന് എല്ലാത്തിനും വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം.